ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവിടെയാക്കി അവൻ്റെ കൃപയ്ക്കായി ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. ദൈവത്തിൻ്റെ വചനം പറയുവാൻ, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാനൊക്കെ കർത്താവ് നൽകിയ അവസരത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മീറ്റിങ്ങുകൾ പലപ്പോഴും എന്ത് ലക്ഷ്യത്തോടു കൂടെയാണ് നടക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. ശരിക്കും നമുക്ക് ആവശ്യമുള്ളത് ഒരു ട്രാൻസ്ഫോർമേഷനാണ്. നമ്മുടെ ഈ ദിവസങ്ങളിലെ ബൈബിൾ ക്ലാസ്സുകൾ ഒരിക്കലും നമ്മളുടെ ആ ജെനുവിനിറ്റി നഷ്ടപ്പെട്ട ഒരു സ്റ്റേജിലേക്കല്ല, അഥവാ ആ ജെനുവിൻ സ്റ്റേജിലേക്ക്, ഒറിജിനൽ ലെവലിലേക്ക് എൻ്റെ ഹൃദയം മറ്റുള്ളവർക്കും ദൈവത്തിന് ഒരുപോലെ തുറന്നു വെച്ച് കൊടുക്കുന്ന ഒരു സിൻസിയർ സ്റ്റേജിലേക്ക് നമ്മൾ വരുവാൻ തക്കവണ്ണം കാരണമാകണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതുകൊണ്ട് ഈ പറയുന്ന വാക്കുകൾ, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന, നിങ്ങൾക്കറിയാമല്ലോ ഇതിൻ്റെ ഒരു തീം ആയിട്ട് വാസ്തവത്തിൽ തന്നിരിക്കുന്നത് സർവ്വവും ഉപേക്ഷിച്ച് അവൻ്റെ ശിഷ്യനാവുക എന്നുള്ള നിലയിലാണ്. അപ്പോൾ അവിടെ പറയുന്ന വാക്കുകളൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ വെറുതെ പറഞ്ഞേച്ച് പോകാൻ വളരെ ഈസിയാണ്. ഇപ്പം എനിക്ക് വളരെ പേടിയുള്ളൊരു കാര്യമാണ്, ഇന്ന് പ്രസംഗങ്ങൾ രസിക്കുന്ന, ഈവൻ ബൈബിൾ ക്ലാസ്സുകൾ രസിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് ആളുകൾ വന്നിരിക്കുകയാണ്. ബൈബിൾ ക്ലാസ്സുകൾ രസിക്കുന്ന ഒരു സ്റ്റേജിലേക്ക്. ആ രസിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. എനിക്ക് അടുത്ത സമയത്തുണ്ടായ ഒരു അനുഭവം ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുണ്ടായി. ഭയങ്കര ഷോക്കിംഗ് എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ തുറന്നു പറയുകയാണ്, ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഒരു സ്ത്രീ എന്നെ കാണാനായിട്ട് വന്നു. പക്ഷേ ഒത്തിരി പേരുണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് കാണാൻ സമയം കിട്ടിയില്ല. ബിക്കോസ് എനിക്ക് അത് കഴിഞ്ഞിട്ട് ഉടനെ പോകേണ്ടത് കൊണ്ട് ഷീ കുഡ് ടോക്ക് ടു മീ. പിന്നെ അവരൊരു കത്ത് എഴുതി എൻ്റെ കയ്യിൽ തന്നു. ആ കത്തിനകത്ത് അവർ പറഞ്ഞത്, എൻ്റെ ഭർത്താവ് എന്നെ ഭയങ്കരമായിട്ട് അബ്യൂസ് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് മോശമായിട്ടാണ് അദ്ദേഹം എന്നോട് ഇടപെടുന്നത്. അങ്ങനെ അദ്ദേഹം വളരെ പീഡിപ്പിക്കപ്പെടുന്നതായ ഒരു സ്ത്രീ, വിശ്വാസിയാണ്, പെന്തിക്കോസുകാരാണ്, രണ്ടുപേരും, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ സാജു മാത്യുവിൻ്റെ പ്രസംഗം ഇന്ന് വരെ കേട്ടിട്ടില്ല, എനിക്ക് കേൾക്കാൻ യാതൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അവരുടെ ചർച്ച വെച്ച് നടന്നൊരു മീറ്റിങ്ങിലായതുകൊണ്ടാണ് അവർ വന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് സാജു മാത്യുവിൻ്റെ പ്രസംഗം ഞാൻ കേൾക്കുന്നത്. ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. എൻ്റെ വീട്ടിൽ നിങ്ങളുടെ പ്രസംഗത്തിൻ്റെ 10-20 CD എങ്കിലും കാണും, പക്ഷേ ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, എൻ്റെ ഭർത്താവ് സാജു മാത്യുവിൻ്റെ ഒരു ഫാനാണ്. അദ്ദേഹം കേൾക്കുന്ന പ്രസംഗങ്ങൾ മുഴുവൻ സാജു മാത്യുവിൻ്റെ പ്രസംഗങ്ങളാണ്. സാജുവിൻ്റെ പ്രസംഗം കേട്ടിട്ട് ഇയാൾ ഇതാ ചെയ്യുന്നതെങ്കിൽ ഈ പ്രസംഗം എനിക്ക് കേൾക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചെന്ന്. അപ്പം എനിക്കൊരു ഭയങ്കര ഷോക്കായി പോയി അത്. അപ്പം എനിക്ക് മനസ്സിലായി, പ്രായോഗികമായ ജീവിതത്തെക്കുറിച്ചാണ് എൻ്റെ മുഴുവൻ സീഡികളിൽ ഞാൻ പ്രസംഗിക്കുന്നത്. ഇതെല്ലാം കേട്ടാലും രൂപാന്തരം വരണമെന്ന് നിർബന്ധമില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചു പോയി. ഐ എം നോട്ട് ജോക്കിങ്. ഇറ്റ് വാസ് എ വെരി സാഡ് എക്സ്പീരിയൻസ്. വളരെ സങ്കടകരമായൊരു അനുഭവമായിരുന്നു. അവർ പറഞ്ഞ്, ഞാൻ നിങ്ങളുടെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യം ഡിഫറെൻ്റ് ആണെന്ന് മനസ്സിലായി. പക്ഷേ അവരുടെ ആ പ്രസംഗം കേൾക്കാൻ പോലും അവർക്ക് കഴിയാത്ത നിലയിൽ ഇത് കേട്ടിട്ട് സന്തോഷിക്കുന്ന ഒരാൾ ഇതിന് വിരുദ്ധമായ നിലയിൽ ഇടപെടുമ്പോൾ, അപ്പോൾ അത് സാധ്യമാണല്ലോ, അല്ലേ? അത് സാധ്യമാണല്ലോ എന്ന് ആലോചിക്കാൻ എനിക്ക് ഒരു റീതിങ്കിങ്ങിന് അത് കാരണമായി തീർന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ മെസ്സേജസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ കേൾക്കുന്നതായ ദൈവവചനം നമുക്ക് രൂപാന്തരം വരുത്തുന്നില്ലെങ്കിൽ യാതൊരു രീതിയിലുള്ള പ്രയോജനവും ഈ കാര്യങ്ങൾ ഉണ്ടാകത്തില്ല എന്നുള്ളത് നിങ്ങൾ ഗ്രഹിച്ചിരിക്കണം. അപ്പോൾ യേശുവിനെ അനുഗമിക്കുന്നവരുടെ പ്രാഥമിക യോഗ്യതയായി പറയുന്നത്, നമ്മൾ വേദപുസ്തകത്തിൻ്റെ പല ഭാഗങ്ങൾ വായിക്കുമ്പോഴും നമ്മളവിടെ കാണുന്ന മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ, പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്നെ അനുഗമിക്കാൻ, എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇഫ് എനിവൺ വുഡ് ഫോളോ മീ, let him deny himself and take up his cross and follow me. ഒരുവനെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക്, അങ്ങനെ തന്നെ ഒരുവൻ തനിക്കുള്ളതൊക്കെയും വിട്ടുപിടിയുന്നില്ല എങ്കിൽ എൻ്റെ ശിഷ്യനാകുവാൻ കഴിയുകയില്ല. അപ്പോൾ യേശുവിനെ അനുഗമിക്കുന്നവർ സകലവും ത്യജിച്ച് അവനെ അനുഗമിക്കണം എന്നുള്ളതാണ് അതിൻ്റെ പ്രാഥമിക പടിയാണ്. അതാണ് പ്രീ റിക്വസിറ്റ് നമ്മൾ പറയുമല്ലോ. അതായത് ഇതില്ലാതെ അങ്ങോട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയേ വേണ്ട. അപ്പോൾ ഉപേക്ഷണമില്ലാതെ യേശുവിനെ അനുഗമിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയേ വേണ്ട. പക്ഷെ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന അതിൻ്റെ പ്രഥമമായ കാര്യം എന്ന് പറയുന്നത്, യേശുവിനെ അനുഗമിക്കാനുള്ള മിനിമം യോഗ്യത നമുക്ക് പഠിക്കുന്നതിന് മുമ്പ് യേശുവിനെ സ്വീകരിക്കുന്നതിനുള്ള മിനിമം യോഗ്യത എന്താണ്? യേശുവിനെ സ്വീകരിക്കുന്നതും യേശുവിനെ അനുഗമിക്കുന്നതും യോജിച്ച് കിടക്കുകയാണെങ്കിലും രണ്ടും രണ്ടാണ്. യേശുവിനെ സ്വീകരിക്കുന്നത് ഇറ്റ് ഹാപ്പൻസ് ഇൻ എ മൊമെന്റ്, മേ ബി ഒരു നിമിഷത്തിൽ സംഭവിക്കുന്നതാണ്. പക്ഷെ അനുഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല. അത് ഒരിക്കൽ തുടങ്ങിയാൽ പിന്നീട് നിൽക്കാത്ത ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
അനുഗമനം എന്ന് പറയുന്നത്. അതുകൊണ്ട് യേശുവിനെ സ്വീകരിക്കുന്ന ആ പ്രഥമ പടിയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുകയാണ്. യേശുവിനെ സ്വീകരിക്കാനുള്ള മിനിമം യോഗ്യത എന്താണ്? അത് വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു ഒറ്റ വാക്യത്തിൽ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. യേശുവിനെ സ്വീകരിക്കണമെങ്കിൽ അവന് വേണ്ടി നമ്മളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം. അവന് വേണ്ടി ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യേശുവിനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഇവിടം തൊട്ടേ നമുക്ക് അനുഗമനം പറ്റുള്ളൂ. സ്വീകരിക്കാതെ ഒരിക്കലും അനുഗമിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ഇഫ് യു വോണ്ട് ടു റിസീവ് ജീസസ്, യു നീഡ് ടു മേക്ക് എ സ്പേസ് ഫോർ ഹിം. അവന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അവന് വേണ്ടി നമുക്ക് സ്ഥലം ഉണ്ടാക്കി കൊടുക്കണം. ആൻഡ് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഇറ്റ്? ഹൗ ക്യാൻ വി മേക്ക് എ സ്പേസ് ഫോർ ഹിം? അവനെങ്ങനെ നമുക്കൊരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും? അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം എന്താണ്? അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കർത്താവിനെ സ്വീകരിക്കണമെങ്കിൽ അത് ശൂന്യമാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ യേശുവിനെ നമുക്ക് സ്വീകരിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം അത് ശൂന്യമല്ല എന്നുള്ളതാണ്. നമ്മൾ ശൂന്യരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ശൂന്യതയാണെങ്കിൽ ഓഫ് കോഴ്സ് കർത്താവിനെ നമുക്ക് വിളിച്ച് കയറ്റി ഇരുത്താനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ ശൂന്യമല്ലാത്തത് കൊണ്ട് ഇപ്പോൾ നമ്മിൽ നിറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പുറത്തു കളഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യേശുവിനെ സ്വീകരിച്ച് കയറ്റിയിരുത്താനായിട്ട് പറ്റുള്ളൂ. എവിടെയൊക്കെ കയറ്റിയിരുത്തുന്നത്? നമ്മളിപ്പം ഒരു കസേര ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് വന്നിട്ട് നമ്മൾ ഇരുന്നാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? അത് പറയാൻ പറ്റത്തില്ല. നമുക്ക് എംപ്റ്റി ആയിട്ടുള്ള ഒരു ചെയർ കാണിച്ചു കൊടുത്തിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അത് ഒറ്റ കസേരയുള്ള ഒരു ജീവിതമാണ്. ഒറ്റ കസേരയുള്ള ഒരു മുറി പോലെയാണ് ഏത് മനുഷ്യന്റെയും ജീവിതം. സോ വി ഹാവ് ഓൺലി വൺ ചെയർ and somebody else is sitting there, and that's the biggest problem. And that's why we need to see that we are emptying that chair so that Jesus may come in and sit in that chair. The first thing we need to understand, we have only one chair in us. നമ്മുടെ ഉള്ളിൽ നമുക്ക് ഒരു കസേരയേ ഉള്ളൂ, രണ്ട് കസേര ഇല്ല. എന്തുകൊണ്ട്? കസേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ത്രോൺ. അതൊരു സിംഗിൾ ത്രോൺ ആണ്. Only one person can reign in our life. നമ്മുടെ ജീവിതത്തെ ഭരിക്കാനായിട്ട് ഒരു വ്യക്തിക്ക് കഴിയത്തുള്ളൂ. രണ്ടു പേർക്ക് ഒരുമിച്ച് ഭരിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ യേശുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ, യേശുവിനെ സ്വീകരിക്കുന്നത് തന്നെ നമ്മൾ അവനെ ഒരു ഗസ്റ്റായിട്ട് സ്വീകരിക്കുകയല്ല. വി ആർ റിസീവിങ് ഹിം ആസ് എ കിങ് ബിക്കോസ് ഹി ഈസ് കിങ്. യേശുവിനെ സ്വീകരിക്കുമ്പോൾ എല്ലാവരെയും ഒരുപോലെ നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ വീട്ടിലേക്ക് ഒരാളെ നമ്മൾ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഓരോ നിലകളുണ്ട്. അപ്പോൾ പല ആളുകളെ പല രീതിയിൽ നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റും. അങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. വരുന്ന ആളിൻ്റെ പ്രത്യേകത അനുസരിച്ച് നമ്മളുടെ സ്വീകരണത്തിൻ്റെ എല്ലാം സിസ്റ്റം എല്ലാം അങ്ങ് മാറുകയാണ്. So when you receive Jesus or when you are inviting Jesus, you need to know one thing. Who is Jesus? Jesus is King. He is King of Kings and Lord of Lords. He is King. അവൻ രാജാവും കർത്താവും ആയതുകൊണ്ട് അവനെ നിങ്ങൾ സ്വീകരിക്കുന്നത് രാജാവായിട്ടാണ് സ്വീകരിക്കുന്നത്. യേശു ആരാണെന്നുള്ള തിരിച്ചറിവിന്റെ ഒരു വലിയ പ്രശ്നം ഈ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾ യേശുവിനെ സ്വീകരിക്കുന്നത് മിക്കപ്പോഴും രാജാവായിട്ടല്ല. രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേൽ ഭരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ എന്ന അർത്ഥത്തിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മേൽ ഭരണം നടത്തുന്ന വ്യക്തിയായിട്ട് യേശുവിനെ സ്വീകരിക്കുന്ന ആളുകളുടെ നമ്പർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റു പല രീതിയിൽ യേശുവിനെ നമ്മൾ സ്വീകരിക്കുന്നുണ്ടാവാം. ചില സമയത്ത് we put a hat on a person when we see somebody. നമ്മുടെ ഒരു വ്യക്തിയെ കാണുമ്പോഴത്തേക്ക് ആ വ്യക്തിയുടെ തലയിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള പല വ്യത്യസ്തമായ ഹാറ്റുകൾ, തൊപ്പി നമ്മൾ വെച്ചു കൊടുക്കുന്നത് നമ്മൾ പലപ്പോഴും ഒരു അനുഭവമാണ്. മീൻസ് ഇപ്പൊ യേശുവിനെ പല ആളുകൾ പല രീതിയിൽ സ്വീകരിക്കുന്നു. യേശുവിനെ ചില ആളുകൾ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ when they see Jesus, they see him as a policeman, somebody like a policeman. ഒരു പോലീസുകാരന്റെ ഹാറ്റ് വെച്ചിരിക്കുന്നത് പോലെയാണ് പല സമയത്തും നമ്മൾ യേശുവിനെ കാണുന്നത്. പോലീസുകാരൻ്റെ തൊപ്പി വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല സമയത്തും പേടിയാണ് ഭയങ്കര. അല്ലെങ്കിൽ when you know that Jesus is God, you fear him. Why you are fearing him? Because നമുക്ക് യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ ശിക്ഷിക്കാനുള്ള ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ട്. അതുകൊണ്ട് യേശുവിനെ ഒരു പോലീസുകാരൻ്റെ തൊപ്പി വെച്ചാണെങ്കിൽ, പോലീസുകാരനെ എപ്പോഴും നമുക്ക് കാണാൻ അത്ര വലിയ താല്പര്യമൊന്നുമില്ലല്ലോ, ഇല്ലേ? നമ്മളിപ്പം എവിടെയെങ്കിലും വെഹിക്കിൾ ഇൻസ്പെക്ടർ വണ്ടി പിടിച്ചോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആണോ എന്നാൽ പിന്നെ അദ്ദേഹത്തെ ഒന്ന് കണ്ടേച്ച് പോയേക്കാമെന്ന് വെച്ചാൽ നമ്മൾ ചെല്ലത്തൊന്നുമില്ലല്ലോ. എങ്ങനെയെങ്കിലും എന്ത് ചെയ്യത്തേ ഉള്ളൂ? ഒഴിഞ്ഞു പോകാനേ നോക്കത്തുള്ളൂ, ഒഴിഞ്ഞു പോകാൻ. അപ്പൊ അതുകൊണ്ടാണ് പല ആളുകളും യേശുവിനെ ഒഴിഞ്ഞു പോകുന്നത്, ഇല്ലേ? ഒഴിഞ്ഞു പോകുന്നത്. See, exactly this is happening. Even ഈ എത്നിക് റിലീജിയസ് സ്ട്രക്ചറിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത, അവർ ദൈവത്തെ വിളിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം അവരെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് അവർ പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ വേണമെങ്കിൽ നിനക്ക്
എന്താ ദൈവമേ നിനക്ക്, ദൈവം എന്ന് പറഞ്ഞാൽ അവർ എത്നിക് റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അവർ പറയുന്നത് ഞാൻ നിനക്ക് വേണമെങ്കിൽ കള്ള് വേണേ കള്ള് തന്നേക്കാം, ഞാൻ നിനക്ക് കോഴിയെ വേണേ കോഴിയെ തന്നേക്കാം, പൂജ നടത്തണേ പൂജ തന്നേക്കാം, പൈസ വേണേ പൈസ തന്നേക്കാം, പക്ഷേ എൻ്റെ കാര്യത്തിൽ നീ ഇടപെടരുത്. എൻ്റെ അകത്തേക്കോ അല്ലെങ്കിൽ എൻ്റെ ഇടപാടുകളിലേക്കോ വരാതിരിക്കാനാണ് അവർ ദൈവത്തെ വിളിക്കുന്നത്, ഇല്ലേ? അതാണ് ജാതീയ ആരാധനയുടെയൊക്കെ പലപ്പോഴും പ്രത്യേകത. ദൈവം ഇങ്ങോട്ട് കയറി വരാതിരിക്കാൻ, അവരെ സഹായിക്കുക എന്നുള്ളതിനേക്കാൾ അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാൻ. ഇന്നിപ്പോൾ വന്ന വിശ്വാസികളും ഏതാണ്ട് അതുപോലെയൊക്കെയാണ് ദൈവത്തെ വിളിക്കുന്നത്. ഞാൻ വേണേൽ സഹായത്തിന് വന്ന് ഇരുന്ന് തന്നേക്കാം, അല്ലെങ്കിൽ ഞാൻ ഒരു നേരം ഉപവസിച്ചേക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം പ്രാർത്ഥിച്ചേക്കാം, വേദോസം വായിച്ചേക്കാം, നമ്മുടെ കാര്യത്തിലൊന്നും ദൈവം ഇടപെടായിരുന്നാൽ മതി. പണ്ടൊക്കെ ഒന്നും ഇല്ലായിരുന്ന സമയത്ത് നമ്മൾ കർത്താവിനെ സഹായിക്കണമെന്നെങ്കിലും പറയുമായിരുന്നു. ഇപ്പം നമ്മൾ പറയുന്നത് കർത്താവ് നീ സഹായിച്ചില്ലെങ്കിലും വേണ്ടിയല്ല, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോളാം, പക്ഷേ നീ എന്ത് ചെയ്യരുത്, ഉപദ്രവിക്കരുത്. എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്തു അല്ല ജോലിയൊക്കെ ചെയ്ത് ഞാനങ്ങ് ജീവിച്ചോളാം, പക്ഷെ നീ ഇടയ്ക്ക് കയറി ഉപദ്രവിക്കാൻ വരരുതെന്ന് മാത്രമേ ഇപ്പൊ ഇന്നത്തെ മിക്കവാറുമുള്ള പ്രാർത്ഥനയൊക്കെ ഇതുപോലെയുള്ളൂ. വി ആർ സീയിങ് ഗാഡ് ആസ് എ പോലീസ്മാൻ. എന്താണ്, ഇങ്ങനെ ഓംനിപ്രസന്റ് ആണ്, എല്ലായിടത്തും ഇങ്ങനെ നോക്കി നടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വയ്യാത്ത രീതിയിൽ നമ്മളെ ഒതുക്കിയിട്ടിരിക്കുന്ന ഒരു പോലീസുകാരൻ എന്നുള്ള നിലയിലാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിന് എല്ലാത്തിനകത്തും ഒരു ചെറിയ അംശം അതിനകത്തുണ്ട്. ബിക്കോസ് ഗാഡ് ഈസ് സീയിങ് എവരിബഡി. ഗാഡ് ഈസ് സീയിങ് എവരിബഡി, ദാറ്റ്സ് എ ഫാക്ട്, അല്ലേ? അതെല്ലാവരും മനസ്സിലാക്കണം. ദൈവം എപ്പോഴും നമ്മളെ കാണുന്നുണ്ട്. ദൈവം നമ്മളെ കാണുന്നുണ്ടെന്നുള്ളത് അഭക്തനായ ഒരു വ്യക്തിക്ക് എന്താ പേടിയാണെങ്കിലും ഭക്തിയുള്ള ഒരു വ്യക്തിക്ക് പേടിയല്ല. ഇറ്റ് ഈസ് എ ജോയ്, റൈറ്റ്? ഇറ്റ്സ് എ ജോയ്. മൈക്കിൾ ജാക്സന്റെ ഒരു പാട്ട്, പണ്ടത്തെ ഒരു പാട്ടുണ്ട്, ഐ ഓൾവേസ് ഫീൽ ബാഡ് സംബഡി ഈസ് വാച്ചിങ് മീ. എനിക്ക് എപ്പോഴും വല്ലാതെ ഫീൽ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? എന്നെ ആരോ വാച്ച് ചെയ്യുന്നു. ഇത് ഇന്നത്തെ ചെറുപ്പക്കാരുടെയും എല്ലാവരുടെയും പ്രശ്നമാണ്. വാച്ച് ചെയ്യാൻ ആരും ഇല്ലാത്ത ഒരു ജീവിതമാണ് എല്ലാവർക്കും ഇഷ്ടം, ഇല്ലേ? നോക്കാനായിട്ട് ആരും ഇല്ലാത്ത ഒരാള്. ഐ ഓൾവേസ് ഫീൽ ബാഡ് സംബഡി ഈസ് വാച്ചിങ് മീ. അപ്പൊ ഞാൻ അന്ന് ഇത് കേട്ട സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ബട്ട് ഇൻ മൈ കേസ് ഇറ്റ് ഈസ് ഡിഫറെന്റ്. ഇൻഫാക്ട് എൻ്റെ കാര്യത്തിൽ അന്ന് ഞാൻ വാസ്തവത്തിൽ എൻ്റെ മനസ്സിൽ ഞാൻ പാടാറുള്ളത് ഐ ഓൾവേസ് ഫീൽ ഗ്ലാഡ് സംബഡി ഈസ് വാച്ചിങ് മീ. ഞാൻ ഭയങ്കര സന്തോഷമുള്ള ആളാണ്. എന്തുകൊണ്ട്? സംബഡി ഈസ് വാച്ചിങ് മീ. എന്നെ സൂക്ഷിക്കുന്ന, എന്നെ നോക്കുന്ന ഒരാള് ഉണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞത് എന്ത്, ഒരേ കാര്യം തന്നെ ഭക്തനായ ഒരു വ്യക്തിക്കും അഭക്തനായ ഒരു വ്യക്തിക്കും ഫീൽ ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. സംബഡി ഈസ് വാച്ചിങ് മീ എന്നുള്ളത് എന്താണ്, മൈക്കിൾ ജാക്സന് എന്താണ്, ഹി ഫെൽറ്റ് ബാഡ്, ബട്ട് യു നോ വി the children of God, we feel glad because somebody is watching us. നമ്മളെ സൂക്ഷിക്കുന്ന, നമ്മളെ നോക്കുന്ന, എപ്പോഴും നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടെന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമല്ലേ? Am I right? Are you happy? Hallelujah. Because somebody is watching us. നമ്മളെ സൂക്ഷിക്കുന്ന, നമ്മളെ നോക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ don't consider him as a policeman who is always there to punish you. നിങ്ങളെ ശിക്ഷിക്കാനായിട്ട് നോക്കി നടക്കുന്ന ഒരു പോലീസുകാരനായിട്ടല്ല, നിങ്ങളെ സംരക്ഷിക്കാനായിട്ട് എപ്പോഴും കൂടെ നടക്കുന്ന ഒരു ദൈവമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരനായിട്ട്, അതല്ലെങ്കിൽ നമ്മുടെ നായകനായി യേശുവിനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അനുഭവം. സോ ചില ആളുകൾ ഇങ്ങനെയാണ് യേശുവിനെ കാണുന്നത്. ആൻഡ് സം അതർ പീപ്പിൾ സീ ഗാഡ് ആസ് ആൻ എക്സിക്യൂട്ടീവ് ഷെഫ്. സാധാരണ ഞാൻ പറയാറുണ്ട്, നമ്മുടെ 7 സ്റ്റാർ ഹോട്ടലിലെ ഒരു എക്സിക്യൂട്ടീവ് ഷെഫിനെ പോലെയാണ് പലപ്പോഴും ആളുകൾ യേശുവിനെ കാണുന്നത്. ഈ 7 സ്റ്റാർ ഹോട്ടലിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെൻ യു ഓർഡർ സംതിങ് ദ ഷെഫ് വിൽ നെവർ സേ ഐ എം സോറി സർ വി ഡോണ്ട് ഹാവ് ഇറ്റ്. അങ്ങനെ പറയത്തില്ല. നിങ്ങളിപ്പം കോണ്ടിനെന്റൽ ആവശ്യപ്പെട്ടാലും, മെക്സിക്കൻ ആവശ്യപ്പെട്ടാലും, തായ് ഫുഡ് ആവശ്യപ്പെട്ടാലും, സൗത്ത് ഇന്ത്യൻ ഫുഡ് ആവശ്യപ്പെട്ടാലും ഷെഫ് പറയത്തില്ല എന്താണ്, ഐ എം സോറി വി ഡോണ്ട് ഹാവ് ഇറ്റ്. എന്ത് പറഞ്ഞാലും അവർ പറയും യെസ് സർ, യെസ്. ബിക്കോസ് അല്ലെങ്കിൽ പിന്നെ അത് എന്നാ 7 സ്റ്റാർ അല്ലേ? നമ്മൾ തട്ടുകടയൊന്നും അല്ലല്ലോ 7 സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ 7 സ്റ്റാർ ഹോട്ടലിൽ നിങ്ങൾ കയറിയിട്ട് നിങ്ങൾ അവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫിനോട് എന്ത് ആവശ്യപ്പെട്ടാലും യു ആർ ഗോയിങ് ടു ഗെറ്റ് ഇറ്റ്. ആം ഐ റൈറ്റ്? അതുപോലെയാണ് പലരും യേശുവിനെ കുറിച്ച് കാണുന്നത്. യേശുവിനെ കുറിച്ച് പറയുന്നത് വാട്ട് യു നീഡ് യു ജസ്റ്റ് ടെൽ ഹിം. എന്ത് വേണോ അത് യേശുവിൻ്റെ അടുത്ത് എന്ന് പറ, കർത്താവ് അത് സാധിച്ചു തരും. എന്ത് വേണമെങ്കിലും സാധിച്ചു തരും. നിന്റെ ഹൃദയത്തിന്റെ ഏത് വന്യമായ മോഹങ്ങളെയും സാധിപ്പിച്ചു തരാനായിട്ട് നോക്കിയിരിക്കുന്ന ഒരു ദൈവം. അതാണ് ഇന്ന് കൂടുതൽ ആളുകൾ യേശുവിനെ മനസ്സിലാക്കുന്നത്. യേശുവിന്റെ തലയിൽ വെച്ചു കൊടുത്തിരിക്കുന്ന ഹാറ്റ് എന്ന് പറയുന്നത് ഒരു ഷെഫ്സ് ഹാറ്റ് ആണ്, അല്ലേ? എന്ത് വേണമെങ്കിലും. ചിലപ്പോൾ പറയുമായിരിക്കും, എന്താ നിങ്ങൾ ഷെഫിന്റെ അടുത്ത് പറഞ്ഞാൽ ഉടനെ അവൻ കൊണ്ട് തരത്തില്ല. ചിലപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും അവൻ കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ യേശുവിൻ്റെ അടുത്ത് നിങ്ങളുടെ മോഹങ്ങൾ എന്താണെന്നൊക്കെ പറഞ്ഞോ, ചിലപ്പോൾ തരാനിച്ചിട്ട് താമസിക്കുമായിരിക്കും. അത്രയും സമയം നിങ്ങൾ കാത്തിരിക്കണം, നിങ്ങൾ സ്വപ്നം കാണണം. അങ്ങനെ സ്വപ്നം കണ്ട് നിങ്ങൾ സ്വപ്നം കണ്ടതിനെ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ
യു ഡെലിവർ ഇറ്റ്, നിങ്ങൾക്ക് പ്രസവിക്കും എന്നൊക്കെ പറയും. ഞാൻ ബേസിക്കലി ചില പ്രോബ്ലംസ്, ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയുന്ന കാര്യമുണ്ട്. ഇങ്ങനെയുള്ള ടീച്ചിങ്സിൻ്റെ അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങൾ ഞാൻ പറയാം. ഇറ്റ് ഈസ് നോട്ട് ബിബ്ലിക്കൽ. യു നോ വൈ? ബിക്കോസ് വേദപുസ്തകം പറയുന്നത് മോഹിക്കരുത് എന്നാണ്. ഈ പ്രവാചകന്മാരും ക്രൂസൈഡ് പ്രീച്ചേഴ്സും വന്ന് ആദ്യം തന്നെ പറയുന്നത് ഇഷ്ടംപോലെ മോഹിച്ചോളാനാണ്. എന്തൊരു കഷ്ടമാണെന്ന് പറയാം. ഇവർ വേദോസം പറയുന്നതാണോ പറയുന്നത്, അതോ എന്ത്? ആൻഡ് ഓൾസോ വേദോസം പറയുന്നത് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. ഇവർ വന്നു പറയുകയാണ് മോഹം ഗർഭം ധരിച്ച് കാറിനെ പ്രസവിക്കുന്നു. നിങ്ങൾ എന്തോ വിശ്വസിക്കുന്നേ? കർത്താവ് പറഞ്ഞാണോ വിശ്വസിക്കുന്നത്? ഇവർ പറഞ്ഞ് വേദോസം അറിയാം ഈ ആളുകൾ പറഞ്ഞാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ഇറ്റ് ഈസ് റോങ്. ഇന്ന് പാസ്റ്റർ ബെന്നി പറഞ്ഞൊരു കാര്യമുണ്ട് അബൌട്ട് ദ ബെറിയൻ ക്രിസ്ത്യൻസ്. എന്താ ബെറിയൻ ക്രിസ്ത്യൻസിന്റെ പ്രത്യേകത? അവരെന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അത് അതുപോലെ പോൾ പറഞ്ഞിട്ട് ഇവർ സമ്മതിച്ചില്ല. പൗലോസ് പ്രസംഗിച്ചിട്ട് ബെറിയൻ ക്രിസ്ത്യൻസ് വീട്ടിൽ ചെന്ന് തിരുവെഴുത്തുകൾ എടുത്ത് വെച്ച് അത് അങ്ങനെ തന്നെയോ എന്ന് ചോദന ചെയ്തു. പൗലോസ് പറഞ്ഞിട്ട് ഇത് സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ വേദോസം അറിയാൻ വയ്യാത്ത ആളുകൾ വന്ന് പറയുന്നതൊക്കെ കേട്ട് ചുമ്മാ വെട്ടി വിഴുങ്ങുന്നതൊന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കണം. No, I'm not joking. This is a big problem. അത് തന്നെയല്ല, നിങ്ങൾ സ്വപ്നം കാണുമെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളെക്കുറിച്ച് നമുക്ക് സ്വപ്നം കാണാനുള്ള കപ്പാസിറ്റി ഇല്ല നമുക്ക്. You understand what I say? എനിക്ക് എന്നെക്കുറിച്ചുള്ള സ്വപ്നത്തിന് യാതൊരു പ്രസക്തിയില്ല. കാര്യം എനിക്ക് സ്വപ്നം കാണാൻ പോലും കപ്പാസിറ്റി ഉള്ള ആളല്ല ഞാൻ. സ്വപ്നം കണ്ടാൽ എന്ത് സ്വപ്നം കാണാനാണ്? എൻ്റെ എബിലിറ്റി അനുസരിച്ചല്ല എനിക്ക് സ്വപ്നം കാണാൻ പറ്റുള്ളൂ, ഇല്ലേ? എനിക്ക് അതല്ല പറ്റുള്ളൂ. അതിനപ്പുറത്തൊരു ലോകം ഉണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. ബിൽ ഗേറ്റ്സ് വന്ന് ഒരു 2 വയസ്സുള്ള കൊച്ചിനോട്, അല്ലെ 3 വയസ്സുള്ള ഒരു കൊച്ചിനോട്, മോനെ നിനക്ക് എന്നെ വേണോ, എന്ത് വേണമെങ്കിലും ചോദിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചോദിക്കുന്നത് ഒരു ഐസ്ക്രീം ആയിരിക്കും മാക്സിമം. അങ്കിൾ കൻ യു ഗിവ് മീ ആൻ ഐസ്ക്രീം? അയാൾ ഒരു പാക്കറ്റ് ഐസ്ക്രീം എടുത്ത് കൊടുക്കുമായിരിക്കും. എന്നാൽ നിങ്ങളുടെ അടുത്ത് ബിൽ ഗേറ്റ്സ് വന്നിട്ട് യു ആസ്ക് എനിത്തിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുമോ ഒരു ഐസ്ക്രീം കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് നിങ്ങൾ പറയുമോ? പറയത്തില്ല. കാര്യം ബിൽ ഗേറ്റ്സിന്റെ എബിലിറ്റി എന്തുമാത്രമാണ്. അയാളത് തരാനായിട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഐസ്ക്രീം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ അർത്ഥം? എന്തുകൊണ്ടാണ് നിങ്ങൾ ഐസ്ക്രീം ചോദിക്കുന്നത്? നിങ്ങൾ ഇത്രേ കണ്ടിട്ടുള്ളൂ. എന്നാൽ എനിക്ക് എന്നെക്കുറിച്ച് ഞാൻ സ്വപ്നം കാണുന്നതിന് പകരം ഞാൻ കർത്താവ് പറഞ്ഞത് എനിക്ക് എന്നെക്കുറിച്ച് സ്വപ്നം കാണാനുള്ള കപ്പാസിറ്റി ഇല്ല. കർത്താവെ നീ എനിക്ക് വേണ്ടി അങ്ങ് സ്വപ്നം കണ്ടാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നമാണ് പ്രധാനം, അല്ലാതെ എനിക്ക് എന്നെക്കുറിച്ചുള്ള സ്വപ്നമല്ല. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? എനിക്ക് എന്നെക്കുറിച്ചുള്ള സ്വപ്നത്തിനകത്ത് യാതൊരു അർത്ഥമില്ല. കാര്യം എൻ്റെ കപ്പാസിറ്റി ഇത്രയേ ഉള്ളൂ. ഞാൻ സ്വപ്നം കണ്ടാൽ ഞാൻ കണ്ടതിനപ്പുറത്തൊന്നും എനിക്ക് സ്വപ്നം കാണാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ യേശു എനിക്ക് വേണ്ടി സ്വപ്നം കാണുമ്പോൾ, അതുകൊണ്ടാണ് പോൾ എഫേഷ്യൻസ് ചാപ്റ്റർ 1:17 പറയുന്നത് നിങ്ങളെ വിളിച്ചപ്പോൾ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു ആശയം ഉണ്ടായിരുന്നത്. നിങ്ങളെക്കുറിച്ച് ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡ്രീം. It's a dream. God has a dream about you. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് എന്തുണ്ട്? ഒരു ഡ്രീം ഉണ്ട്. ആ ഡ്രീം ഫുൾഫിൽ ചെയ്യാനാണ് നമ്മൾ ദൈവസന്നിധിയിൽ വരേണ്ടത്. അല്ലാതെ എൻ്റെ സ്വപ്നങ്ങൾ കർത്താവിനോട് പറഞ്ഞ് എന്താണ് അത് നേടിയെടുക്കുക എന്നുള്ള വലിയൊരു ടാസ്ക് ഒന്നുമല്ല. കാര്യം നമ്മൾ എത്ര വലിയ സ്വപ്നം കണ്ടാലും അത് ബിൽ ഗേറ്റ്സിന് ഒരു പാക്കറ്റ് ഐസ്ക്രീം പോലെ ഉള്ളൂ. ദൈവത്തിന് നിങ്ങൾക്കൊരു കാറ് തരികയെന്ന് വെച്ചാൽ കർത്താവിൻ്റെ വലിയ ആനക്കാര്യമാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾക്കൊരു BMW X6 തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കർത്താവിന് അതെന്താണ്? ഒരു പീനട്ടാണത്. അതുകൊണ്ട് നമ്മൾ മാക്സിമം സ്വപ്നം കാണുന്ന കാര്യങ്ങൾ പോലും കർത്താവിന് പീനട്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ബിക്കോസ് ദീസ് ആർ ഓൾ മെറ്റീരിയൽ തിങ്സ്. അതല്ലാതെ അതിനപ്പുറത്ത് നമ്മുടെ സ്വപ്നങ്ങളൊന്നുമില്ല. പക്ഷേ ദൈവം നിങ്ങൾക്ക് വേണ്ടി സ്വപ്നം കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദാറ്റ്സ് ഡിഫറെൻറ്റ്. അതുകൊണ്ട് ഞാൻ എന്നെക്കുറിച്ച് കാണുന്ന സ്വപ്നങ്ങളല്ല പ്രധാനം, ദൈവം എന്നെക്കുറിച്ച് കാണുന്ന സ്വപ്നങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കണം. സോ കർത്താവിനെ കാണുമ്പോൾ നിങ്ങളൊരു പോലീസുകാരൻ്റെ തൊപ്പി കൊടുത്ത കർത്താവിൽ നിന്ന് ഒളിഞ്ഞു മാറിയിരിക്കുകയല്ല. ഒരു എക്സിക്യൂട്ടീവ് ഷെഫിൻ്റെ തൊപ്പി കണ്ടിട്ട് നിങ്ങളുടെ കുറച്ച് ഭൗതിക കാര്യങ്ങളെല്ലാം പറഞ്ഞ് കാര്യം സാധിക്കാനുള്ള പരിശ്രമമല്ല ആവശ്യം വേണ്ടത്. ആൻഡ് സം പീപ്പിൾ കൺസിഡർ ജീസസ് ആസ് സംബഡി ലൈക്ക് എ മജീഷ്യൻ ആൻഡ് ദേ പുട്ട് എ മജീഷ്യൻസ് ഹാറ്റ്. അവർ പറയുന്നത് അത്ഭുതം പ്രവർത്തിക്കണ കർത്താവ്, ഇന്ന് രാത്രി തന്നെ പ്രവർത്തിക്കണമേ കർത്താവേ, അത്ഭുതം എന്നാലേ പറ്റുള്ളൂ. കാര്യം ജപ്തി നോട്ടീസ് വന്ന് കിടക്കുകയല്ലേ, അത്ഭുതമല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ല. ഒരു മാജിക് വാൻറ്റുമായിട്ട് ഓടി നടക്കുന്ന ഒരു യേശുവിനെ പോലെയാണ് ഇന്ന് ക്രൂസൈഡിൽ ആളുകൾ യേശുവിനെ പരിചയപ്പെടുത്തുന്നത്. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കാന്ന് പറഞ്ഞാൽ കർത്താവിന് അത്ഭുതമൊന്നുമില്ല. കാരണം എവറിത്തിങ് ഈസ് നോർമൽ ടു ഹിം. നമുക്കാണ് ഈ വലിയ അത്ഭുതമൊക്കെ, അല്ലേ? കർത്താവിന് ഈ കാര്യത്തിൽ അത്ഭുതമൊന്നുമില്ല. പത്രോസിനോട് കർത്താവ് വെൻ ഹി വാസ് ഹംഗ്രി ഹി വാസ് സീക്കിംഗ് ഫിഗ് എന്നാണ്. കർത്താവ് വിശന്നിരിക്കുന്ന സമയത്ത് കർത്താവ് ഒരു അത്തിവൃക്ഷത്തിൻ്റെ അടുത്ത് വന്ന് അത്തിപ്പഴം കാംക്ഷിച്ചു, അത് കിട്ടിയില്ല. കർത്താവ് അത്തിയെ ശപിച്ചു. നിങ്ങൾക്ക് ആ സ്റ്റോറി അറിയാമല്ലോ. ഐ ജസ്റ്റ്
സേ ഇറ്റ്. അങ്ങനെ പിറ്റേ ദിവസം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ, അത്തി ഉണങ്ങി നിൽക്കുന്നത് കണ്ടു. അത്തി ഉണങ്ങി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പത്രോസ് എടുത്ത് 2 ചാട്ടം, വലിയ എക്സൈറ്റഡ് ആ. കർത്താവേ, അത്ഭുതം, അത്ഭുതം, വലിയ അത്ഭുതം, നോക്കിയില്ലേ, കണ്ട്, ഇന്നലെ നീ ശപിച്ച അത്തിപ്പഴം ദേ ഇതാ. എന്താണ്, നീ ഇന്നലെ ശപിച്ച അത്തി ഇതാ ഉണങ്ങിയിരിക്കുന്നു. ഇറ്റ് ഇസ് വിതേർഡ്, ഇറ്റ് ഇസ് മിറക്കിൾ, ഇറ്റ് ഇസ് മിറക്കിൾ. കർത്താവ് എന്താ പറയുന്നത്? കർത്താവ് പറയുന്നത് വലിയ രസകരമാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് ശരിക്കും പത്രോസ് പറയാണ്, നീ മിണ്ടായില്ലേ പറഞ്ഞു കഴിഞ്ഞാൽ. അവിശ്വാസിയാകാതെ ദൈവത്തിൽ വിശ്വസിക്കുക. അപ്പൊ നമ്മളിത് വായിക്കുമ്പോഴത്തേക്ക് ഇവന് ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ പ്രതിഫലനമല്ലേ ഈ എക്സൈറ്റ്മെന്റ് എന്ന് പെട്ടെന്ന് തോന്നിപ്പോയേക്കാം. നമ്മുടെയൊക്കെ ചിന്ത എക്സൈറ്റ്മെന്റ് വിശ്വാസത്തിന്റെ പ്രതിഫലനമാണെന്ന്. പ്രിയമുള്ളവരെ, എക്സൈറ്റ്മെന്റ് വിശ്വാസം ഇല്ലായ്മയുടെ പ്രതിഫലനമാണെന്നാണ് കർത്താവ് പറയുന്നത്. ദൈവത്തിൽ വിശ്വാസമുള്ളവനായിരിക്കുക. നീ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് മാറി കടലിൽ പോകാൻ പറഞ്ഞാൽ അതും നടക്കും. അതിനിടയ്ക്ക് അവരൊരു അത്തി ഉണങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അപ്പൊ ദൈവത്തിന്റെ എബിലിറ്റി, എന്തൊരു അത്ഭുതം എന്നൊക്കെ പറയുന്നത് പോലെ, നിങ്ങൾ ഇപ്പം എന്താണ്, സപ്പോസ് ഒരു 80 കിലോയോ സംബഡി ലൈക്ക് മനോജ് ചോപ്ര വന്നിട്ട് ഒരു 100 കിലോ ഉള്ള ഒരു സാധനം എടുത്ത് ചുമ്മാ, മനോജ് ചോപ്ര ഈസ് മോർ ദാൻ 128 കിലോ വെയിറ്റ് ഒക്കെ ഉള്ള ഒരാളാണ് മനോജ് ചോപ്ര വന്നിട്ട് ഒരു 100 കിലോ ഉള്ള ഒരു സാധനം ഇങ്ങനെ കൂടെ പൊക്കി പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ അത്ഭുതം തോന്നുന്നില്ല. ബിക്കോസ് അദ്ദേഹത്തിന് അത്രയും എന്താണ് കഴിവുണ്ട്. എന്നാൽ അതേസമയം 3 വയസ്സുള്ള ഒരു കൊച്ചു വന്നിട്ട് 3 കിലോ ഉള്ള ഒരു സാധനം പൊക്കിയതിന് കണ്ടോ ചെറുക്കം കണ്ടില്ലേ പൊക്കുന്നത് എന്ന് പറയത്തില്ലേ? ഇല്ലേ? അപ്പം നിങ്ങൾ ചെറിയ കാര്യം കർത്താവ് ചെയ്യുമ്പോഴത്തേക്ക് എക്സൈറ്റഡ് ആയ അതിൻ്റെ അർത്ഥം കർത്താവിന് ഇതൊന്നും വലിയൊരു ആനക്കാര്യമാണെന്നുള്ള നിലയിലാണ് നിങ്ങൾ പറയുന്നത്. അതൊരു എക്സൈറ്റ്മെന്റിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. ബിക്കോസ് ഗാഡ് ഈസ് ഏബിൾ. അത് നമ്മൾ നോർമലായിട്ട് കാണാൻ പറ്റണം. ദൈവം അത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഹി ഡസ് ഇറ്റ്. പക്ഷെ അത് ചെയ്യുമ്പോഴത്തേക്ക് ഇത്ര എക്സൈറ്റഡ് ആകേണ്ട കാര്യമൊന്നുമില്ല. എക്സൈറ്റഡ് ആയെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ നിങ്ങളുടെ ദൈവം ആരാണെന്നുള്ളത് ഇതുവരെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെന്നുള്ളതാണ് അതിൻ്റെ അകത്തെ അർത്ഥം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ നിങ്ങളോട് പറയാമെന്ന് വെച്ചോ, എനിക്കൊരു ചെറിയൊരു തൊണ്ടവേദനയൊക്കെ ഉണ്ടായിരുന്നു, പ്രയാസം ഉണ്ടായിരുന്നു. അത് ഇവിടെ വന്നപ്പോഴത്തേക്ക് കർത്താവ് എന്താണെങ്കിൽ ഞാൻ ചിന്തിച്ചു, ഒരു പക്ഷേ ഇവിടെ യോഗത്തിന് ഇവിടെ ഒന്ന് പ്രസംഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ കർത്താവ് എന്നെ സഹായിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സ്തോത്രമൊന്നും നിങ്ങൾ പറയാനൊന്നും വന്നില്ല. പക്ഷേ അതിനുശേഷം വേറൊരാൾ വന്നിട്ട് പറയുകയാണ്, പ്രിയമുള്ളവരെ, ഞാൻ ക്യാൻസർ രോഗിയായി എൻ്റെ ഫൈനൽ സ്റ്റേജിൽ ഞാൻ നേരെ ഡോക്ടറെ ചെന്ന് ഡോക്ടർ പറഞ്ഞു നീ 6 ആഴ്ച ജീവിക്കുള്ളെന്ന്. എന്നാൽ ഞാൻ വെല്ലൂര് എന്ന് കഴിഞ്ഞപ്പോഴത്തെ പറഞ്ഞു ഇല്ല, 6 ആഴ്ച പോലും ജീവിക്കത്തില്ല, 6 ദിവസമേ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അവരെന്നെ പറഞ്ഞു വിട്ട് വീട്ടിൽ പോയി സമാധാനത്തോടെ മരിച്ചോളാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. എന്നാൽ കർത്താവ് എന്നെ സൗഖ്യമാക്കി. പ്രിയമുള്ളവർ, ഇപ്പോൾ 6 മാസം, 6 ആഴ്ചയല്ല, 6 മാസമല്ല, 6 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ഞാൻ ജീവനോടിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു സ്വോത്രമായിരിക്കും നിങ്ങൾ. ഇതല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ അന്നേരം വലിയ സ്വോത്രം പറഞ്ഞത്? എനിക്ക് പനി മാറി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ സ്വോത്രം പറയാഞ്ഞത്? പനിയൊക്കെ പനിയല്ലേ, പക്ഷെ ഇത് അതുപോലെ വല്ലതാണോ? ക്യാൻസർ അല്ലേ, ക്യാൻസർ. അപ്പൊ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിനും പനിയൊക്കെ മാറ്റാം, പക്ഷെ ക്യാൻസറൊക്കെ മാറ്റുന്നത് വലിയ ആനക്കാര്യമാണെന്നുള്ള നിലയിൽ നിങ്ങൾ ദൈവത്തിന് ക്യാൻസർ വലിയ കാര്യമാണെന്ന് ചിന്തിച്ചാൽ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ദൈവത്തെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന് ഒരു പനിയും ക്യാൻസറും എല്ലാം ഒരുപോലെയാണെന്ന് അറിയുമ്പോഴാണ് നമുക്ക് കൂളായിട്ട് സൗഖ്യത്തെ കാണാൻ പറ്റുന്നത്. ഹല്ലേലൂയ. അന്നേരം വലിയ എക്സൈറ്റ്മെന്റോ വലിയ ബഹളങ്ങളോ ഒന്നും ഇല്ല. ആഫ്റ്റർ ഓൾ അത്തി ഉണങ്ങി. ആരാ പറഞ്ഞത് കർത്താവല്ലേ. അവൻ പറഞ്ഞാൽ അത്തി ഉണങ്ങും, അവൻ പറഞ്ഞാൽ മല മാറിപ്പോകും, അവൻ പറഞ്ഞാൽ എന്തും സംഭവിക്കും, അവൻ പറഞ്ഞാൽ ഇല്ലാത്ത കാല് വളർന്നു വരും, അതൊക്കെ സംഭവിക്കും. ഇറ്റ് ഈസ് നോർമൽ. അതൊന്നും എടുത്തടിച്ച് വലിയ അഡ്വർടൈസ് ചെയ്യുകയും പിറ്റേ പ്രാവശ്യത്തെ ബാനറിനകത്ത് അതുകൂടെ ചേർത്ത് വെച്ച് നോട്ടീസ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പച്ചാനൊക്കെ അറിയാം, മിഷൻ ഫീൽഡിലൊക്കെ എന്തുമാത്രം അത്ഭുതങ്ങൾ നടക്കുന്നു ഇല്ലേ ഇപ്പച്ചായ? ഇത് വല്ലതും ഈ ക്രൂസൈഡ് നടക്കുന്നതിന്റെ 10 ഇരട്ടി അത്ഭുതങ്ങൾ മിഷൻ ഫീൽഡിൽ നടക്കുന്നുണ്ട്. അവരാരെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടോ? അതൊക്കെ അവിടെ ലോക്കലായിട്ടല്ല, അത് ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇല്ല. അതാണ് മഹത്വം. അല്ലാതെ ഇതെല്ലാം കൂടെ അഡ്വർടൈസ് ചെയ്യുന്നത് നടക്കുന്നതല്ല ശരിക്കും പറഞ്ഞാൽ മഹത്വം എന്ന് പറയുന്നത്. അപ്പോൾ യേശുവിനെ ഒരു മജീഷ്യൻസ് ഹാറ്റ് വെച്ച് നമ്മളൊരു പക്ഷേ കണ്ടേക്കാം. എന്നാൽ ഈ ഹാറ്റ് ഒന്നും അല്ല യേശുവിന് ചേരുന്നത്. ഓഫ് കോഴ്സ് യേശു നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, അവന് പനിഷ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ആൻഡ് വെൻ യു ഹാവ് എ ഡിസയർ യു ആർ ഗോയിങ് ടു ജീസസ്. ഓഫ് കോഴ്സ് വേറെ ആരുടെ അടുത്ത് നമ്മൾ ചെല്ലുന്നത്? നമ്മുടെ ഒരു ആവശ്യവുമായിട്ട് അല്ലെങ്കിൽ ഒരു ആഗ്രഹവുമായിട്ട് നമ്മൾ ആരുടെ അടുത്ത് ചെല്ലാണ്? കർത്താവിൻ്റെ അടുത്ത് ആണ് ചെല്ലേണ്ടത്. ചെന്നു, അതിന് പ്രശ്നമില്ല. കർത്താവ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ദൈവമാണ്. അതുപോലെ നമുക്കൊരു അത്ഭുതം, ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ജപ്തി നോട്ടീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആര് സഹായിക്കും? കർത്താവല്ലാതെ ആരാ സഹായിക്കാനുള്ളത്? കാശുള്ളവന് കാശ് കടം കൊടുക്കാൻ ആൾ കാണും, പക്ഷേ കാശില്ലാത്തവനും ജപ്തി നോട്ടീസ് വന്നവന് കടം കൊടുക്കാൻ ആൾ കിട്ടത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. പൈസ ഉള്ള സമയത്ത് നമുക്ക്
ചിലപ്പോൾ ആളുകൾ ചോദിക്കും, ബ്രദറെ എന്ത് വേണമെങ്കിലും തരാം. എന്താണെന്ന് വെച്ചാൽ തിരിച്ചു തരാൻ കഴിവുണ്ടെന്ന് അവർക്ക് തോന്നുന്നതുകൊണ്ടാണ് എന്തോ വേണമെങ്കിലും തരാമെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഒരു ജപ്തി നോട്ടീസ് വരുമ്പോൾ നിങ്ങളൊന്ന് ചെന്ന് വായിച്ചിട്ട് പൈസ തരണമെന്ന് പറഞ്ഞു നോക്കിയേ, ആരും തരാൻ പോകുന്നില്ല. അപ്പോൾ അന്നേരം ചോദിക്കും, ബ്രദറെ ആധാരമോ പൊന്നോ പണയോ പണ്ടോ വല്ലോ ഉണ്ടോ എന്ന് ചോദിക്കും. ഇല്ലേ, പൊന്നും പണവും പണയവും എന്താണ് ആധാരവും ഒന്നും ഇല്ലാതെ ഇഷ്ടം പോലെ കാശ് തരുന്ന ഒരു ബാങ്കേ ഉള്ളൂ, അത് സ്വർഗത്തിലെ ബാങ്കാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു അത്ഭുതത്തിന്റെ ആവശ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മടിക്കൊന്നും വേണ്ട. കർത്താവേ, ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേജിലാണ്, ഞാൻ മണ്ടത്തരം കാണിച്ചു, അതുകൊണ്ടാണല്ലോ പലപ്പോഴും ഇതൊക്കെ സംഭവിക്കുന്നത്. ആ മണ്ടത്തരം അങ്ങ് സമ്മതിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളെ സഹായിക്കും. അതിനും ഞാൻ എതിരൊന്നുമല്ല. പക്ഷേ യേശുവിൻ്റെ തലയിൽ വെക്കാൻ കൊള്ളാവുന്ന ഹാറ്റ് ഇതൊന്നുമല്ല. യേശുവിൻ്റെ തലയിൽ വെക്കാൻ കൊള്ളാവുന്ന ഒറ്റ ഹാറ്റേ ഉള്ളൂ. അതൊരു ഹാറ്റ് അല്ല, ഇറ്റ് ഈസ് എ ക്രൗൺ. അതൊരു കിരീടമാണ്. ബിക്കോസ് ഹി ഈസ് കിങ്. അവൻ രാജാവാണ്, അവൻ രാജാതി രാജാവാണ്. അവൻ്റെ തലയിൽ ദയവ് ചെയ്ത് പോലീസുകാരൻ്റെ തൊപ്പിയൊന്നും വെച്ചിട്ട് അവനെ തരം താഴ്ത്തരുത്. അവൻ്റെ തല എക്സിക്യൂട്ടീവ് ഷെഫിൻ്റെ തൊപ്പി വെച്ചിട്ട് തരം താഴ്ത്തരുത്. അവൻ്റെ തല ഒരു മജീഷ്യൻ മാൻഡ്രാക്കിൻ്റെ തൊപ്പി വെച്ചിട്ട് തരം താഴ്ത്തരുത്. യു നീഡ് ടു സീ ഹിം ആസ് എ കിങ്. Everybody should see him as a king, because he is King of kings and Lord of lords. If you want to accept Jesus, you need to accept him as a king, not as an executive chef, not as a magician. ഭരിക്കാനായി നമ്മുടെ ജീവിതത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചാൽ മതി. കാരണം യേശു ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ്. എന്തിന്? ഭരിക്കാൻ വേണ്ടി. അല്ലാതെ ചെന്ന് വല്ലതും കർത്താവിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് പോരാൻ അതൊന്നും പ്രയാസമില്ല. എൻ്റെ വീട്ടിൽ ഭിക്ഷക്കാർ വന്നു കഴിഞ്ഞാൽ അവൻ്റെ പശ്ചാത്തലവും പാരമ്പര്യവും ഒന്നും നോക്കിയൊന്നുമല്ല ഞാൻ എന്തെങ്കിലും കൊടുക്കുന്നത്. ഇല്ലേ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധിയോ പ്രയാസമോ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു രോഗമുണ്ടെങ്കിൽ അത് ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങളുടെ പശ്ചാത്തലവും പാരമ്പര്യവും നോക്കി നിങ്ങൾ കർത്താവിനെ പൂർണ്ണമായി അനുസരിക്കുമെന്ന് നോക്കിയിട്ടൊന്നും അല്ല കർത്താവ് സൗഖ്യം തരുന്ന നോക്ക്. എനിക്ക് പണ്ടൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു, ഒരാൾ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നാലും അന്നേരം ഞാൻ ചോദിക്കുമായിരുന്നു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ എന്നാലേ ഞാൻ പ്രാർത്ഥിക്കുന്നൊക്കെ. പിന്നെ ഞാൻ മനസ്സിലാക്കി, കർത്താവ് പോലും അങ്ങനെ ചോദിച്ചില്ല. കർത്താവ് എന്തോ വരുന്ന എല്ലാവർക്കും വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുക അല്ലേ, അല്ലെങ്കിൽ വരുന്ന എല്ലാവരെയും സൗഖ്യമാക്കുക. അതിനകത്ത് എത്ര പേര് രക്ഷിക്കപ്പെട്ടു? അതിനകത്ത് മിക്കവരും രക്ഷിക്കപ്പെട്ടില്ല. ക്യാപ്റ്റൻ സാമുവൽ മോൻ ഫിന്നി ഒരു പ്രാവശ്യം ഞാൻ മധ്യപ്രദേശ് ഉണ്ടായിരുന്ന സമയത്ത് ദമോയിൽ വന്നായിരുന്നു. ദമോയിൽ വെച്ച് ഫിന്നി എന്നോട് പറഞ്ഞ കാര്യം, ഭോപ്പാലിൽ ഫിന്നി വന്ന് വർക്ക് തുടങ്ങിയതിന് ശേഷം അദ്ദേഹം പ്രാർത്ഥിച്ച് സൗഖ്യമായവരെല്ലാം കൂടെ വന്നായിരുന്നെങ്കിൽ ഭോപ്പാലിലെ വലിയ മെഗാ ചർച്ച് ആയിരുന്നേനെ. പ്രാർത്ഥിച്ച് സൗഖ്യമാകാൻ വേണ്ടി വരുന്ന ആളുകൾ ആരെങ്കിലും വന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോ, അതിനകത്ത് നിങ്ങൾ വലിയ ബലം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് അവരെല്ലാവരും അങ്ങ് സ്വർഗത്തിലോട്ട് പോകുമെന്നോ അവർ രക്ഷിക്കപ്പെട്ടെന്നോ അർത്ഥമൊന്നുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. യേശുവിൻ്റെ ഈ കയ്യിൽ നിന്ന് അത്ഭുതകരമായി അപ്പം വാങ്ങിച്ചോരല്ലോ എന്നെ സ്വർഗത്തിൽ പോയോ? യേശു സൗഖ്യമാക്കി എല്ലാവരും സ്വർഗത്തിൽ പോയോ? യേശു ഭൂതങ്ങളെ പുറത്താക്കിയവർ സ്വർഗത്തിൽ പോയോ? ഇല്ലല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അതുകൊണ്ട് യേശുവിൽ നിന്ന് എന്തെങ്കിലും ഉപകാരം സ്വീകരിക്കാനായിട്ട് വരുന്ന ഒത്തിരി പേരുണ്ട്. അവർ വാങ്ങിച്ചോണ്ട് പോക്കോട്ടെ, നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. പക്ഷേ അവരാരും യേശുവിനെ സ്വീകരിച്ചില്ല. നിങ്ങളുടെ ജോലി, അല്ലെങ്കിൽ നിങ്ങൾ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ, യേശുവിൻ്റെ ശിഷ്യന്മാർ ഒരാൾ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ, രോഗസൗഖ്യം തരുന്ന വ്യക്തി എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല യേശുവിനെ പരിചയപ്പെടുത്തുന്നത്. യേശുവിനെ കുറിച്ച് അവർ പറയുമ്പോഴെല്ലാം പറയുന്നത് യേശു കർത്താവാണെന്നാണ്, രാജാവാണെന്നാണ്. ഹി ഈസ് ലോർഡ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 3000 പേര് ഓടിക്കൂടി വന്നപ്പോഴും പത്രോസിന് പ്രസംഗിക്കാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം നിങ്ങളുടെ കർത്താവും രക്ഷിതാവും ആക്കിയിരിക്കുന്നുവെന്ന്, നിങ്ങളുടെ കർത്താവാക്കിയിരിക്കുന്നുവെന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും കൃത്യമായിട്ട് അറിഞ്ഞുകൊള്ളട്ടെ. നിങ്ങളുടെ കർത്താവാക്കിയിരിക്കുന്നു. നിങ്ങൾ ക്രൂശിച്ചവനായ ഈ യേശുവിനെ തന്നെ, അവർ ക്രൂശിച്ച യേശുവിനെ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്? നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കിയിരിക്കുന്നുവെന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. വേദപുസ്തകത്തിലുടനീളം നമ്മൾ നോക്കിയതാണ്, യേശുവിനെ അപ്പോസ്തലന്മാർ പരിചയപ്പെടുത്തുന്നത് കർത്താവായിട്ടാണ്. കർത്താവ് എന്ന് പറഞ്ഞാൽ രാജാവെന്ന് തന്നെയാണ്. കുറിയോസ് എന്ന വാക്കിന്റെ അർത്ഥം കിങ് എന്നാണ്. കിങ് എന്നല്ല, കുറച്ചുകൂടെ കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ രാജാവ് എന്നുള്ള നിലയിലാണ്, ഇല്ലേ? അതുകൊണ്ടാണ് കുറിയോസ് എന്ന് പറയുന്ന, അന്ന് റോമൻ ചക്രവർത്തിയുടെ കാലയളവിൽ, പീഡന കാലയളവിൽ ക്രിസ്ത്യാനികളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജീവൻ വെടിയേണ്ടി വന്നത് ജീസസ് ഈസ് കുറിയോസ് എന്ന് അവർ പറഞ്ഞതുകൊണ്ടാണ്. യേശുവാണ് ഞങ്ങളുടെ കർത്താവ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. സീസർ മാത്രമാണ് കുറിയോസ് എന്ന്, അല്ലെങ്കിൽ രാജാവെന്ന് പറയേണ്ട സ്ഥാനത്ത് ഞങ്ങളുടെ കുറിയോസ്, ഞങ്ങളുടെ രാജാവ് സീസർ അല്ല, ഞങ്ങളുടെ രാജാവ് യേശുവാണെന്ന് പറഞ്ഞതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ അവരുടെ ജീവിതത്തെ കളഞ്ഞിട്ടുണ്ട്, ജീവനെ കളഞ്ഞിട്ടുണ്ട്. ജീവിതത്തെ അല്ല, ജീവനെ കളഞ്ഞിട്ടുണ്ട്.
They were ready to die for this confirmation. ഈ ഒരു കാര്യത്തിന് വേണ്ടി, ഈ ഒരു ഉറപ്പിന് വേണ്ടി മാത്രം അവരുടെ ജീവിതത്തിൽ അവർക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു. എന്ത്? ജീസസ് ഈസ് അവർ ലോർഡ്. നമുക്ക് കഴിയുന്നെങ്കിൽ മാത്രമേ അവനെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് യേശുവിനെ സ്വീകരിക്കുന്നതിൻ്റെ തന്നെ പ്രഥമ നടപടി എന്താണ്? നമ്മുടെ കസേര ഒഴിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കസേരയിൽ ഇരിക്കുന്നവനെ താഴെ ഇറക്കണം. താഴെ ഇറക്കിയാൽ മാത്രം പോരാ, താഴെ ഇറക്കി നിർത്തിയാലും പോരാ. ഇപ്പൊ കസേരയിൽ ഇരിക്കുന്നത് ആരാണെന്ന് അറിയുമ്പോഴാണ് അതിന്റെ പ്രശ്നം. ഇപ്പോൾ കസേരയിൽ ഇരിക്കുന്നത് നമ്മുടെ when we read Romans chapter 7 verse 14, I will read it. അതിനു മുമ്പ് ഞാൻ പറയട്ടെ, അവനെ താഴെ ഇറക്കിയാൽ മാത്രം പോരാ, പിന്നെ കസേരയിലോട്ട് വലിഞ്ഞു കയറി ഇരിക്കാത്ത വണ്ണം അവനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ടോട്ടലായിട്ട് പുറത്താക്കിയാലേ പറ്റുള്ളൂ. റോമൻസ് ചാപ്റ്റർ 7 വേഴ്സ് 14 വായിക്കുമ്പോൾ ആരാണ് നമ്മുടെ ഹൃദയത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഭരണസാരഥ്യം വഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. റോമൻസ് ചാപ്റ്റർ 7 വേഴ്സ് 14, we know that the law is spiritual but I am carnal, sold under sin. ന്യായപ്രമാണം നല്ലതാണ്, it is good, but I am carnal, ഞാനോ ജഡമയൻ, അതുകൊണ്ട് ഞാൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവനാണ്. അപ്പോൾ ഇപ്പോൾ എന്നെ ഭരിക്കുന്നത് ആരാണ്? ദാസനായി വിൽക്കപ്പെടുമ്പോൾ യജമാനനാണല്ലോ ഭരിക്കുന്നത്. Who is ruling over me? It is sin. It is my carnal self. I am carnal. അതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ആരോട്, വേദോസം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരുവൻ ഏതിനോട് തോൽക്കുന്നുവോ അതിൻ്റെ അടിമയാണ്. നമ്മൾ എന്തിനോടാണ് തോൽക്കുന്നത്? നമ്മളിപ്പോൾ ബ്രിട്ടീഷുകാരോടൊന്നും അല്ല തോൽക്കുന്നത്. ഒരിക്കൽ നമ്മൾ ബ്രിട്ടീഷുകാരോട് തോറ്റെന്നൊക്കെ പറയാം, പക്ഷെ നമ്മളിപ്പോൾ ബ്രിട്ടീഷുകാരോടല്ല തോൽക്കുന്നത്. നമ്മളിപ്പോൾ ഓരോ ദിവസവും നമ്മൾ തോൽക്കുന്നത് ആരോടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പാപത്തോടാണ്, നമ്മുടെ ഉള്ളിലുള്ള പാപത്തോടാണ് നമ്മൾ തോൽക്കുന്നത്. അതുകൊണ്ടാണ് പോൾ പറയുന്നത്, ന്യായപ്രമാണം ആത്മീയമെന്ന് നാം അറിയുന്നു, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഐ എം സോൾഡ് അണ്ടർ സിൻ. പാപത്തിന് ദാസനായി. അതായത് when sin asks me something, I'm obliged to do that. That's the reason why I say that I'm a captive of sin. പാപത്തിന്റെ ദാസനാണെന്ന് പറയാൻ കാര്യം, when sin asks you to do something, this is exactly what is happening, right? നമ്മുടെ ജീവിതത്തിൽ ശരിക്കും സംഭവിക്കുന്ന കാര്യം ഇതാണ്. നമ്മളോട് പാപം എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. When sin asks you something, you know what happens? We are obliged to do that. We do it. We never wanted to do it. നമുക്കത് ചെയ്യണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. But what happens? Somehow നമ്മളത് ചെയ്തു പോകുന്നു. അത് ചെയ്തു പോകുന്നെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ്? നമ്മളിപ്പോൾ ഭരിക്കുന്ന ആരാണ്? It is sin. It is sin. പക്ഷേ ഈ sin അവിടെ എഴുതിയിരിക്കുന്നത് ഞാനോ ജഡമയൻ, but I am carnal. I am sold. I am sold under sin. We are sold under sin. നമ്മൾ പാപത്തിന് ദാസന്മാരായിട്ട് വിൽക്കപ്പെട്ടിരിക്കുന്നു. ശരിക്കും ഇതൊരു ബോണ്ട് എഴുതി കൊടുക്കുന്നതിന് തുല്യമാണ്. ഒരു ബോണ്ട് എഴുതി കൊടുക്കുന്നതിന് തുല്യം. In fact, when we commit the first mistake, when Adam committed the first mistake in the Garden of Eden, you know what was happening? He was writing a bond. He just wrote some in a paper that I belong to Satan, and he was giving himself to sin. പാപം പറഞ്ഞത് അവൻ എന്ത് ചെയ്തു? അനുസരിക്കുകയാണ്. ഒരു ബോണ്ടിന്റെ കീഴിലാവുകയാണ് അവൻ. ഒരു ബോണ്ടിന്റെ കീഴിലാവുകയാണ്. That time onwards, everybody who is born of Adam, they are bound to commit sin. അത് ചെയ്യണോ വേണ്ട എന്നുള്ളതല്ല, ചെയ്യരുതെന്ന് ന്യായപ്രമാണം അവിടെ ഉണ്ട്. ബട്ട് the humanity, in fact, അവിടെ പറയുന്ന കാർണൽ എന്നുള്ള വാക്ക് എന്താണ് വാസ്തവത്തിൽ? കാർണൽ, ജഡമായ എന്നുള്ള വാക്കിനോട് ഉപയോഗിച്ചിരിക്കുന്നത് ഐ എം കാർണൽ. എന്താണ് കാർണാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക്? ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ സെൽഫുമായിട്ട് ബന്ധപ്പെട്ടാണിത്. ഇപ്പോൾ എൻ്റെ ബോഡിയിലെ ഓരോ അവയവത്തിനും കൽപ്പന കൊടുക്കുന്നത് ശരിക്കും ഞാനാണ്. ഇറ്റ് ഈസ് മൈ സെൽഫ്. നമ്മൾ ചിലപ്പോൾ പിള്ളേരൊക്കെ പറയുമല്ലോ, ചുമ്മാ അടിച്ചേച്ച പിള്ളേർ ചോദിക്കും, എന്തിനാണ് എന്നെ അടിച്ചതെന്ന് ചോദിക്കുമ്പോൾ, ഞാനല്ല അടിച്ച, പിന്നെ ആരാ അടിച്ചത്? എൻ്റെ കൈ അടിച്ചതെന്ന് പറയും. അങ്ങനെ കൈക്ക് അടിക്കാനും ഒന്നും പറ്റത്തില്ല. യു നോ ദാറ്റ്. കൈക്ക് അടിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അടിക്കുന്നത് ആരാണ്? ഇൻഫാക്ട് ഞാൻ എൻ്റെ സെൽഫാണ്, ഞാനാണ്, എൻ്റെ ഹ്യൂമൻ ഫാക്കൽറ്റിയാണ്, എൻ്റെ മാനുഷികമായി അല്ലെങ്കിൽ ഹ്യൂമനിറ്റി എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആണ് തീരുമാനം എടുക്കുന്നത്. എൻ്റെ തീരുമാനം എൻ്റെ കയ്യും കാലും ഒക്കെ അനുസരിക്കുന്നെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്നിൽ ഇരുന്ന് ഭരിക്കുന്നത് ഞാൻ തന്നെയാണ്. പക്ഷേ എന്നിലിരുന്ന് ഭരിക്കുന്ന ഞാൻ ഇപ്പോൾ എന്തിനോടാണ് എൻ്റെ ഇൻക്ലിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടുവേർഡ്സ് സിൻ. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നിലിരിക്കുന്ന
ഞാനുണ്ടല്ലോ, എൻ്റെ സെൽഫ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഓഫ് കോഴ്സ് ആ ഹ്യൂമൻ ഫാക്കൽറ്റി അത് പണ്ട് തൊട്ടേ അങ്ങനെ ആയിരുന്നെന്നല്ല. വെൻ ഗോഡ് ക്രിയേറ്റഡ് ഇറ്റ് വാസ് ഡിവൈൻ. ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ ഹ്യൂമനിറ്റി, നമ്മുടെ ഹ്യൂമൻനെസ് എന്ന് പറയുന്നത് അത്ര മോശമൊന്നുമല്ല, മനുഷ്യൻ എന്ന് പറയുന്നത് അത്ര മോശമൊന്നുമല്ല, ബിക്കോസ് മാൻ വാസ് ക്രിയേറ്റഡ് ബൈ ഗാഡ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹ്യൂമനിറ്റി കാർണലായി പോകുന്ന, അല്ലെങ്കിൽ ജഡമയമായി പോകുന്ന, പ്രാകൃതമായി പോകുന്നത് നമുക്ക് അതിനോടുള്ള പാപത്തോടുള്ള ഒരു അഭിനിവേശം കൊണ്ടാണ്. എന്തുകൊണ്ട് അതുണ്ടാകുന്നു? ദൈവത്തെ അനുസരിച്ചിരുന്നപ്പോൾ ഈ ഹ്യൂമനിറ്റി നല്ലതായിരുന്നു. ദൈവത്തെ അനുസരിച്ചിരുന്ന നിഷ്കന്മഷ യുഗത്തിൽ ആദാമും ഹവ്വായും ദൈവവും ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് എന്താണ് അവരുടെ ഇൻട്രസ്റ്റ് എന്തായിരുന്നു? They were running towards God. Every cool of the evening God was coming down and they were spending time together. And these people were just looking for that. എപ്പോഴും നോക്കിയിരിക്കുകയാണ്. They really loved the presence of God. ദൈവത്തിന്റെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്ന, ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ സെൽഫ്. അന്ന് സെൽഫിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? പക്ഷേ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ വാട്ട് ഹാപ്പൻ? അനുസരണക്കേട് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇത് എന്താണ്? ഈ സെൽഫിനുള്ളിലേക്ക് ആദാം കുത്തിവെച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാഷനാണ്, മോഹങ്ങളാണ്. അനുസരണക്കേട് ഉണ്ടാകാൻ കാരണം എന്താണ്? മോഹം കൊണ്ടാണ്. അതുകൊണ്ടാണ് മോഹം എന്ന് പറയുന്നത് എത്ര നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് ഹവ്വ പഴം പറിച്ച് തിന്നുമ്പോഴത്തേക്ക് അവൾ പറയുന്നത് ഈ പഴം ഇറ്റ് ഈസ് ഗുഡ് ടു സീ, കാണാനായിട്ട് അത് നല്ലതാണ് എന്നാണ് പറയുന്നത്. Genesis chapter 3 verse 6. So when the woman saw that the tree was good for food and that it was a delight to the eyes and the tree was to be desired to make one wise, she took of the fruit and ate, and she also gave some to her husband. അത് when she looked at it, അവളത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ പറയാണ് it is good for food, കഴിക്കാൻ കൊള്ളാം, it is tasty. And also she says that it is good for a delight for her eyes. അവളുടെ കണ്ണിന് നല്ലതാണ്, അവളുടെ രുചിക്ക് നല്ലതാണ്. ആൻഡ് ഓൾസോ ജ്ഞാനം പ്രാപിച്ച് ഇവർക്ക് ആരെ പോലെ ആകാം? ദൈവത്തെ പോലെ ആകാൻ പറ്റും. അപ്പോൾ ഈ അതിമോഹം, കാണാൻ ഭംഗിയുള്ള പഴം, തിന്നാൻ രുചിയുള്ള പഴം, ജ്ഞാനം പ്രാപിപ്പാൻ കൊള്ളാവുന്ന പഴം, ശരിക്കും വേദവസം പറയുന്നത് കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇത് മൂന്നും ഈ ഒറ്റ കാര്യത്തിൽ തന്നെ ഉള്ളടങ്ങിയിരിക്കുകയാണ്. ഇറ്റ് വാസ് ഗുഡ്, ഇറ്റ് വാസ് എ ഡിലൈറ്റ് ഫോർ ഹെർ ഐസ് ആൻഡ് ഷീ വാസ് സീയിങ് ഇറ്റ് ആസ് ഗുഡ്, എ ഗുഡ് ഫുഡ്. ആൻഡ് ഓൾസോ ഷീ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് ഗിവ്സ് ദം knowledge, and the knowledge will make them equal with God. ദൈവവും ഒരുമിച്ച് ചേർക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തോട് ഒന്നാക്കി തീർക്കുന്ന ഒരു സ്റ്റേജ്. അപ്പൊ അവിടെ ഉണ്ടായത് പാഷനാണ്, ദൈവത്തെ പോലെ ആകാനുള്ള പാഷനാണ്, ദൈവത്തെ പോലെ വാഴുവാനുള്ള പാഷനാണ് ഉണ്ടാകുന്നത്. ഈ പാഷൻ ആൻഡ് ഡിസയേഴ്സ്, അതായത് മലയാളത്തില് നമ്മൾ ഗലേഷ്യൻസ് വായിക്കുമ്പോൾ അവിടെ കാണുന്ന രാഗവും മോഹവും. അപ്പോൾ ജഡം എന്ന് നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് നമ്മളുടെ ഹ്യൂമൻ ഫാക്കൽറ്റി എന്ന അർത്ഥത്തിൽ മാത്രമല്ല, അതായത് ദൈവം നമുക്ക് തന്നതായ ആ വലിയ ദൈവാനുരൂപമായ നമ്മുടെ സെൽഫ്. ബിക്കോസ് ഗാഡ് ക്രിയേറ്റഡ് ആസ് ഇൻ ഹിസ് ഓൺ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. അത് നമ്മുടെ ബോഡിയിലല്ല നമുക്കറിയാം. It doesn't mean that God also have two eyes and two legs and two hands. അങ്ങനല്ലല്ലോ, അതൊന്നുമല്ല, ശരീരരൂപമല്ല. പ്രത്യേകത എന്താണ്? ആത്മരൂപികളായി നമ്മുടെ ഉള്ളിലുള്ള നമ്മളുടെ ബീയിങ്, അല്ലെങ്കിൽ നമ്മുടെ സെൽഫ്, ആ സെൽഫ് കറപ്റ്റഡ് ആകുന്നതിന് മുമ്പ് ഇറ്റ് വാസ് ഗുഡ്. ബട്ട് വാട്ട് ഹാപ്പൻഡ്? ആഡം വാസ് ഇൻജെക്ടിങ് പാഷൻ ആൻഡ് ഡിസയേഴ്സ് ഇൻടു ദ ഫ്ലഷ്, ഇൻടു ദ സെൽഫ്. അപ്പോൾ പാഷൻസും രാഗവും മോഹവും കൊണ്ട് കറപ്റ്റഡായ, അത് വിഷം കുത്തിവെക്കുന്നതിന് തുല്യമാണ്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള ആദാമിൽ നിന്ന് ജനിച്ച സകല മനുഷ്യരുടെയും സെൽഫ് കറപ്റ്റഡ് ആണ്. ആ സെൽഫാണ് നമ്മളിൽ ഭരണം നടത്തുന്നത്. അപ്പൊ എൻ്റെ കൈക്കും കാലിനും ഇപ്പോൾ ആജ്ഞ കൊടുക്കുന്നത്, എൻ്റെ കണ്ണുകൾക്ക് ഞാൻ എന്ത് കാണണമെന്ന് ആജ്ഞ കൊടുക്കുന്നത്, എൻ്റെ ചെവികൾക്ക് ഞാൻ എന്ത് കേൾക്കണമെന്ന് ആജ്ഞ കൊടുക്കുന്നത്, എൻ്റെ കാലുകൾക്ക് ഞാൻ എവിടേക്ക് പോകണമെന്ന് ആജ്ഞ കൊടുക്കുന്നത്, it is not a divine self, it is a corrupt self.
ഇത് തകർന്ന തരിപ്പണമായ പാപത്തിന് വിധേയപ്പെട്ട, അതുകൊണ്ടാണ് ഞാനോ ജഡമയൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. എൻ്റെ ജഡത്തിന്റെ, എൻ്റെ സെൽഫിന്റെ പ്രശ്നം എന്താണ്? ഇറ്റ് ഈസ് കാർണൽ. What is the meaning of it? Because myself is sold under sin. So I cannot take a decision. Even when I delight in the law, I am unable to obey the commandments that is written in the law. ഞാൻ ന്യായപ്രമാണത്തിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ടെങ്കിലും, എനിക്ക് ന്യായപ്രമാണത്തിൽ രസിക്കുന്നുണ്ടെങ്കിലും, ഞാൻ ന്യായപ്രമാണത്തെ അനുസരിക്കാൻ കഴിയാതെ വണ്ണം I am a slave. ഞാൻ ഒരു സ്ലേവാണ്. എന്തിന്റെ സ്ലേവാണ്? പാപത്തിന്റെ. എൻ്റെ സെൽഫ് എൻ്റെ കൈക്ക് കമാൻഡ് കൊടുക്കുന്നത്, എൻ്റെ കണ്ണിന് കമാൻഡ് കൊടുക്കുന്നത്, ഞാൻ എൻ്റെ ഉള്ളിൽ എന്തിൽ രസിക്കുന്നോ അതിലല്ല. പ്രത്യുത എന്താണ് അത്? എൻ്റെ കൈകളെ ഭരിക്കുന്ന എൻ്റെ കറപ്റ്റ് കാർണൽ സെൽഫാണ്, കാർണാലിറ്റിയാണ്. ആ കാർണൽ സെൽഫ് എന്നിൽ ഭരിക്കുന്നിടത്തോളം കാലം എനിക്ക് പാപമേ ചെയ്യാൻ പറ്റൂ. You understand what I say? So I am sold under sin. ഞാൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവനാണെന്നാ പറയുന്നത്. വിൽക്കപ്പെട്ടവൻ. ഇതിനിടയ്ക്ക് ഞാൻ ചില നല്ല പ്രവൃത്തിയൊക്കെ ചെയ്യുമായിരിക്കും, പക്ഷെ അതിനകത്ത് എൻ്റെ ഉള്ളിൽ വേറെ മോഹങ്ങളുണ്ട്. കാര്യം അതെൻ്റെ ഒരു ഗിമ്മിക്കാണ്. എന്താ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പാപമേ ചെയ്യാൻ പറ്റൂന്ന് പറയുന്നത്. ഞാൻ നല്ലവനാണെന്ന് മറ്റുള്ളവരൊന്ന് കാണിക്കാൻ ഞാൻ ചിലപ്പോൾ ചില ചില്ലറ കാര്യങ്ങളൊക്കെ കാണിക്കുമായിരിക്കും, പക്ഷെ അതൊന്നും ദൈവം കണക്കെടുത്തില്ല. When God looks at all our deeds. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, യെശയ്യാ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നിങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറ പുരണ്ട തുണി പോലെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണിക്കുന്ന നീതി പ്രവൃത്തി പോലും ദൈവത്തിന്റെ മുമ്പിൽ അറപ്പ് തോന്നുന്ന റാക്സ് ആണെന്ന് വേദോസം പറയാൻ കാര്യം. ബിക്കോസ് ഐ എം എ സിന്നർ. ഐ എം എ സിന്നർ. സിന്നർ എന്ന് പറയുന്നത് പാപം ചെയ്ത് 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 നമ്മളങ്ങ് പാപിയാവുന്നതല്ല നമ്മൾ മനസ്സിലാക്കണം. എന്താണ് why I commit a mistake, why I commit a sin? Because I am a sinner. A sinner is committing sins. മാങ്ങ കായ്ച്ച് 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 മാവാവുകയല്ലോ ഒരു വൃക്ഷം. പ്രത്യുത വൃക്ഷം മാവായതുകൊണ്ട് അതിൽ നിന്ന് ഫലം മാങ്ങയായി തീരുകയാണ്, അല്ലേ? ഇതുപോലെ പാപം ചെയ്ത് ചെയ്ത് ഒരാൾ പാപിയാവുകയല്ല, പാപി ആയതുകൊണ്ട് ഒരാൾ പാപം ചെയ്ത് പോവുകയാണ്. You know why? Because I am sold under sin. പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. ആ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ട ആ സെൽഫിനെ, അതുകൊണ്ടാണ് ഈ ജഡമയനായ കാർണലായിട്ടുള്ള കാർണൽ സെൽഫാണ് ഇപ്പോൾ എവിടെ ഇരിക്കുന്നത്? കസേരയിൽ ഇരുന്ന് ഭരണം നടത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ പാപമായി തീരുന്നത്. അതുകൊണ്ട് ഞാൻ യേശുവിനെ സ്വീകരിക്കണമെങ്കിൽ ഇപ്പോൾ എന്നിൽ ഭരിക്കുന്ന കാർണൽ സെൽഫിനെ ആ കസേരയിൽ നിന്ന് ഇറക്കി വിട്ടേലേ പറ്റുള്ളൂ. You understand what I say? So this is the beginning. This is a prerequisite for receiving Jesus. The first thing എന്താണ്? You need to see that you are emptying the chair, the throne in your life. നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ സിംഹാസനത്തെ ശൂന്യമാക്കി കൊടുക്കണം യേശുവിന് ഇരിക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല, എന്നിൽ ഭരണം നടത്തുന്ന പാപപ്രകൃതമാണ്. എൻ്റെ ജീവിതത്തിന്റെ ഒറ്റ കസേരയുള്ള ആ കസേരയെ കയറിയിരിക്കുന്ന ഈ സെൽഫ്. യേശുവിന് കയറണമെങ്കിൽ ഈ സെൽഫിനെ കസേരയിൽ നിന്ന് വലിച്ചിറക്കി ക്രൂശിൽ കയറ്റി ആണി അടിച്ചിട്ടാലേ എൻ്റെ ജീവിതത്തിൻ്റെ ഭരണ കസേര ഒഴിയത്തുള്ളൂ. അതുകൊണ്ട് ക്രിസ്തുയേശുവിനുള്ളവർ എന്താണ്? ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. യേശു കയറി വന്ന് നമ്മുടെ ഒറ്റ കസേരയിലിരുന്ന് നമ്മളെ റൂൾ ചെയ്യാനായിട്ട് ഈ നമ്മുടെ സെൽഫിനെ ഒഴിച്ചു കൊടുത്താൽ യേശു തീർച്ചയായിട്ടും കടന്നു വന്ന് നമ്മളെ വാഴും. ജീസസ് ഈസ് കമ്മിങ് ഓൺലി ടു റൂൾ ഓവർ അസ്. അവന്റെ തലയിൽ നമ്മൾ പല പല തൊപ്പികൾ വെച്ചിട്ട് കാര്യമില്ല. അവന്റെ തലയിൽ എപ്പോഴും ഒരു ക്രൗൺ മാത്രമേ ഉണ്ടാകാവൂ. അവനെ നമ്മൾ കാണുമ്പോൾ അവന്റെ തലയിൽ രാജാതി രാജാവായിട്ട്, ഹി ഈസ് കിങ് ഓഫ് കിങ്സ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ്സ്. ഈവൻ വെൻ ഹി വാസ് ഓൺ ദ ക്രോസ്, അവൻ ക്രൂശിൽ കിടക്കുന്ന സമയത്തും അവൻ രാജാവാണ്. വി നീഡ് ടു നോ
about the lordship of Jesus Christ. അത് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് പറയാം. യേശുവിനെ സ്വീകരിക്കുന്നവർ യേശു രാജാവായി നമ്മുടെ ജീവിതത്തിൽ വരാനായിട്ട് അവനെ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മളെ അവൻ ഭരിക്കട്ടെ. അവന് കസേര കൊടുക്കേണ്ടതിന് ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ നമ്മൾ ക്രൂശിച്ചേ പറ്റുകയുള്ളൂ. യേശുവിനെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രോസസ്സാണ്. അത് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ എന്താണ്, അതൊരു വലിയൊരു പ്രോസസ്സാണെന്ന് പറയുമ്പോൾ പല ദിവസങ്ങൾ കൊണ്ട് നടക്കുന്നുള്ള അർത്ഥത്തിലല്ല. ആ പ്രോസസ്സിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇന്നതിനെ ലഘൂകരിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ യേശുവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് രക്ഷിക്കപ്പെടാനായിട്ട് ഒരാൾ കൈപൊക്കിയാൽ മതി. ഇനി ആരാണ് കൈപൊക്കിയ? അങ്ങനെ കൈപൊക്കിയാലോട് രക്ഷിക്കപ്പെടുന്നതൊന്നും അല്ല വേദപുസ്തകം പറയുന്നത്. യേശുവിനെ സ്വീകരിക്കണമെങ്കിൽ അതിനോട് ചേർന്ന് നമ്മൾ നടത്തുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ജഡത്തെ അതിൻ്റെ രാഗമോഹത്തോടു കൂടെ പറിച്ച് നമ്മുടെ സിംഹാസനത്തിൽ നിന്ന് ഇറക്കി കൊടുത്തിട്ട് മാത്രമേ നമുക്ക് യേശുവിനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ യേശുവിനെ സ്വീകരിച്ചാൽ ഇവിടെ യേശു കയറിയിരിക്കുന്നത്. അതുകൊണ്ട് കൈപൊക്കിയ ഉടനെ എല്ലാവരും അങ്ങ് സ്വർഗത്തിൽ പോകുന്ന ആരും ചിന്തിക്കരുത്. എങ്ങനെ നമുക്കിതിനെ ലഘൂകരിക്കാൻ കഴിയുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ ഈസിയാക്കുന്നതിന്റെ കാരണം എന്തെന്നറിയാമോ? ഇത് ഈസിയാക്കുന്നതിന്റെ കാരണം ഇന്നിപ്പോൾ രക്ഷിക്കപ്പെടാനുള്ള ആഹ്വാനം പോലും ഇന്ന് സഭകളിലും അല്ലെങ്കിൽ ക്രൂസൈഡ്സിലില്ല. രക്ഷിക്കപ്പെടാനുള്ള ആഹ്വാനം ഇല്ല. സാധാരണ രീതിയിലെല്ലാം അവസാനത്തെ മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്ക് ഇന്ന് രാത്രി യേശു വന്നിട്ടുണ്ട്, എന്തിനു വേണ്ടി? നിങ്ങൾക്ക് കാർ വേണമെങ്കിൽ കാർ തരാനായിട്ട് യേശു വന്നിരിക്കുന്നു, കാശ് വേണമെങ്കിൽ പണം തരാനായിട്ട് യേശു വന്നിരിക്കുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം വേണമെങ്കിൽ ഏത് കോളേജിൽ അഡ്മിഷൻ വേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ മതി, ആ കോളേജിൽ അഡ്മിഷൻ തരാനായിട്ട് യേശു വന്നിരിക്കുന്നു. ഇന്ന് രാത്രി യേശു വന്നിരിക്കുന്നു. വീട് വേണോ? വീട് തരാൻ യേശു വന്നിരിക്കുന്നു. ഇപ്പോഴത്തെ വീട് പോരായോ? വലിയ വീട് വേണോ? വലിയ വീട് തരാൻ യേശു വന്നിരിക്കുന്നു. ഈ യേശുവിനെ ആർക്ക് വേണം? ഈ യേശുവിനെ ആർക്കാ വേണ്ടാത്ത? നമ്മൾ ചോദിക്കുമ്പോഴെല്ലാം കാശ് തരുന്ന, നമ്മുടെ പിള്ളേർക്ക് നല്ല കോളേജിൽ അഡ്മിഷൻ തരുന്ന, നമ്മുടെ വീട് വലിയ വീട് ആക്കി തരുന്ന യേശുവിനെ ആർക്കാ വേണ്ടത്? അപ്പൊ എല്ലാവരും കൈപൊക്കിയവരെല്ലാം രക്ഷിക്കപ്പെട്ടു. ഇതാണോ വാസ്തവത്തിൽ മാർഗമെന്നോ? ഇതാണോ കർത്താവ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ സ്വർഗരാജ്യത്തിന്റെ വാതിൽ വളരെ വിശാലമാക്കുകയാണ്. എന്താണെന്നറിയാമോ? നമുക്ക് നമ്മുടെ പ്രസംഗത്തിൽ കൂടുതൽ ആളുകൾ വേണം. നമുക്ക് മെഗാ ചർച്ച് പണിയണം. എന്തിനു വേണ്ടിയാണ്? എങ്ങനെയുള്ളവർ വന്നാലും കുഴപ്പമില്ല. നമ്മൾ ചിന്ത എന്തുകൊണ്ടാണ്? എനിക്ക് കൂടുതൽ ആൾ വേണം. എന്താണെന്നറിയാം? എൻ്റെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാനാണ്. ഒരു പ്രസംഗകൻ പ്രസംഗത്തെ ലഘൂകരിക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, അയാളുടെ ഈഗോയാ. കാരണം അയാളുടെ പ്രസംഗത്തിൽ കൂടുതൽ ആളുകൾ കൈവെക്കുന്ന അയാൾക്ക് കാണണം. അയാൾക്ക് സ്വയം പുകഴ്ത്തണം. എൻ്റെ മീറ്റിംഗിൽ ഇത്ര പേര് രക്ഷിക്കപ്പെട്ടു, എൻ്റെ സഭയിൽ ഇത്ര പേരുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കാനുള്ള രീതിയിൽ വാസ്തവത്തിൽ കർത്താവിന്റെ കൽപ്പനകളെ എന്ത് ചെയ്യാണ്? ലഘൂകരിക്കുന്നത്. ഇറ്റ് ഈസ് സം കൈൻഡ് ഓഫ് സിൻസ്. I don't think even God will pardon it. I'm not joking. നമ്മൾ ഒരിക്കലും നമ്മുടെ ഈഗോയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാകരുത്. DL മോഡിയോട് ഒരാൾ ചോദിച്ചു, ലണ്ടനിൽ 2 വർഷത്തെ ഒരു ക്യാമ്പയിൻ അദ്ദേഹം നടത്തി. ലണ്ടൻ ക്യാമ്പയിൻ കഴിഞ്ഞപ്പോൾ DL മോഡിയോട് ഒരാൾ ചോദിച്ചു, എത്ര പേര് നിങ്ങളുടെ ലണ്ടൻ ക്യാമ്പയിനിൽ രക്ഷിക്കപ്പെട്ടു? DL മോഡി പറഞ്ഞു, I don't know, എനിക്കറിയത്തില്ല. And I do not want to know because the book of life is not with me. എനിക്കറിയത്തില്ല, എനിക്കറിയേണ്ട ആവശ്യമില്ല. കാരണം ജീവന്റെ പുസ്തകം എൻ്റെ കയ്യിലല്ല ഇരിക്കുന്നത്. എത്ര പേര് വന്നെന്നുള്ളത് അവിടെ വരുമ്പോൾ അറിയും, അത്രേ ഉള്ളൂ. I am so thrilled to hear this. In these days, we are not people with a vision of eternity. നിത്യതയുടെ ദർശനം ഉള്ളവർക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് പറയാൻ പറ്റത്തില്ല. ഭൂമിയിലെ കാര്യങ്ങൾ നോക്കിയിരിക്കുന്നവർ, പ്രസംഗകര്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈഗോ വളർത്താനായിട്ട് സുവിശേഷത്തെ ലഘൂകരിക്കരുത്? സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ നിങ്ങൾ മുഖേന എത്ര പേര് രക്ഷിക്കപ്പെടുന്നുള്ളൂ. അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ അറിയാം. അവിടെ ചെന്ന് അറിഞ്ഞാലും കുഴപ്പമില്ല, കാര്യം അവിടെ ഈഗോ ഇല്ലല്ലോ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഭയങ്കര പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തോട് ഞാൻ പറയും, എൻ്റെ പോളെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അറിയാം, ഈ ലോകം മുഴുവൻ പ്രസംഗം നടക്കുന്ന സാജുവിന് കിട്ടുന്നതിൻ്റെ പല മടങ്ങ് പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. ഐ നോ ദാറ്റ്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ആകെയുള്ള ആശ്വാസം, പോളിന് ഇതെല്ലാം കിട്ടുമ്പം എനിക്ക് സന്തോഷമേ തോന്നത്തുള്ളൂ. കാര്യം സ്വർഗത്തിൽ അസൂയയില്ലല്ലോ. അല്ലെങ്കിൽ ഇവിടെ വെച്ച് പോളിന് ഒത്തിരി പ്രതിഫലമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് അങ്ങ് സഹിക്കാൻ പറ്റത്തില്ല. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ എന്തില്ല? സ്വർഗത്തിൽ അസൂയയില്ല. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. യേശുവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ കർത്താവായി സ്വീകരിക്കുകയാണ്, അല്ലാതെ യേശുവിനെ ഡോക്ടറായിട്ട് സ്വീകരിക്കുകയല്ല. കർത്താവിന് ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നൊരു പയ്യനുണ്ട്, പീറ്റർ എന്ന് പറഞ്ഞ്, ടെൻസാനിയയില്ല, ഡാർസലാമിൽ. അവന് BBA ചെയ്തുകൊണ്ടിരിക്കുക. അവൻ്റെ കൂടെ പഠിക്കുന്ന ഒരു പെങ്കൊച്ച്, ഒരു ക്രിസ്ത്യൻ പെണ്ണ, ഒരു യൂറോപ്യനാ. ഇവൻ പറഞ്ഞു, സിസ്റ്റർ, ദിസ് ഇസ് സൺഡേ, ലെറ്റ്സ് ഗോ ടു ദ ചർച്ച്. നമുക്ക് ഇത് സൺഡേ അല്ലേ, നമുക്ക് പള്ളിയിൽ പോകാന്ന് പറഞ്ഞാൽ പള്ളി ചോദിക്കുക, വൈ? ഐ എം നോട്ട് സിക്ക്. പള്ളി പോകാന്ന് പറഞ്ഞപ്പോൾ യൂറോപ്പിലെ കൊച്ചാ അവൾ പറയാ, എന്തിനാ? എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇന്ന് പല ആളുകളും പീപ്പിൾ ആർ സീയിങ് ജീസസ് ആസ് എ ഡോക്ടർ. ബട്ട് യു കനോട്ട് കൺസിഡർ ഹിം ആസ് എ ഡോക്ടർ. He is king.
He is king. Receive Jesus. You need to empty your throne where the ruler of your life reigns. ഇന്ന് നിങ്ങളുടെ ഹൃദയത്തെ വാഴുന്നതായ സെൽഫിനെ ഇറക്കി വിട്ടിട്ട് അവിടെ ആരെ കയറ്റിയിരുത്തണം? യേശുവിനെ. He has only one head. It's a crown. He is your king. If Jesus do not rule over you, you have not received Jesus. നിങ്ങളെ ഭരിക്കുന്നത് യേശു അല്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചിട്ടില്ലെന്നാ. കാര്യം യേശുവിനെ സ്വീകരിച്ചാൽ അവൻ നിങ്ങളെ ഭരിക്കാനായിട്ട് മാത്രമേ കടന്നു വരികയുള്ളൂ. അതുകൊണ്ട് ഇന്ന് നിങ്ങളെ ഭരിക്കുന്നത് നിങ്ങൾ തന്നെയാണെങ്കിൽ ഇതുവരെയായി നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ടായിരിക്കും, ഉപവാസം എടുക്കുന്നുണ്ടായിരിക്കും, പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ക്വസ്റ്റ്യൻ ഇതാണ്, യേശു നിങ്ങളെ ഭരിക്കുന്നുണ്ടോ? കാരണം അവൻ രാജാവാണ്. അവൻ നിങ്ങളെ ഭരിക്കും. ഭരിക്കാൻ വേണ്ടി മാത്രമേ അവൻ കടന്നു വരികയുള്ളൂ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം. Everybody, close your eyes. We just want to see that Jesus is ruling over us. We want to see that we are crucifying ourselves with all its passions and desires. അത് മൂന്നാണികളിലും അടിച്ച് നമ്മുടെ ജഡത്തെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിക്കുന്ന ഒരു സ്റ്റേജ്. യേശുവിനെ ഇരിക്കുവാൻ കസേര ഒരുക്കി കൊടുക്കുന്നതാണ് അവനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, നമ്മുടെ മെസ്സേജസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ ഞാൻ പറയട്ടെ. ഐ ജസ്റ്റ് want you to receive Jesus in your heart and your mind and in your life. ജീവിതത്തിൽ, നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ യേശുവിനെ രാജാവായിട്ട് അറിയുവാൻ, രാജാവായിട്ട് സ്വീകരിക്കുവാൻ. അത് സ്വീകരിക്കണമെങ്കിൽ അവൻ ഒരിക്കലും വഴക്കുണ്ടാക്കി അകത്ത് കയറുന്നവനോ വഴക്കുണ്ടാക്കി ഭരിക്കുന്നവനോ അല്ല. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സെൽഫിനെ, പാഷൻസ് കാർണലാക്കിയ നിങ്ങളുടെ സെൽഫിനെ. ദൈവം അത് സൃഷ്ടിച്ചപ്പോൾ മോശമായിരുന്നില്ല. പക്ഷേ ആദാം കുത്തിവെച്ച് പാപത്തിൻ്റെ അടിമയാക്കിയിരിക്കുകയാണ് നമ്മളെ. ഇന്നിപ്പോൾ നമ്മുടെ സെൽഫ് കറപ്റ്റഡ് ആണ്. ഇറ്റ് ഈസ് കാർണൽ. പാപത്തോട് മാത്രമേ അതിന് വിധേയത്വമുള്ളൂ. ആ സെൽഫിനെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കേണ്ടതിന് വേണ്ടി ഈ യേശുവിനെ രാജാവായി സ്വീകരിക്കുവാൻ ഇതുവരെ അങ്ങനെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് യേശുവിനെ രാജാവായി സ്വീകരിക്കുവാനും എൻ്റെ സെൽഫിനെ കാൽവറി ക്രൂശിൽ തറച്ച് മാറ്റുവാനും ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് തീരുമാനമെടുക്കുന്നവർ അവരുടെ കരങ്ങളെ ഒരു നിമിഷം ഉയർത്താം. I'm going to pray for them. I just want to see that you are giving yourself to the Lord. കാർണാലിറ്റിയെ മാറ്റിയിട്ട്, സെൽഫിനെ മാറ്റിയിട്ട്, എൻ്റെ ഇഷ്ടങ്ങളെ മാറ്റിയിട്ട്, ആഗ്രഹങ്ങളെ മാറ്റിയിട്ട്, താല്പര്യങ്ങളെ മാറ്റിയിട്ട്, എല്ലാ തരത്തിലുള്ള മോഹങ്ങളെയും മാറ്റിയിട്ട്, നമ്മെ ആളുകൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി യേശുവിനെ എൻ്റെ ജീവിതത്തിൽ കർത്താവാക്കി, അവനെ രാജാവാക്കി, അവന് ഭരിക്കാനായിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരെ കരങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, we come to your presence, of God. We just want to see that, Lord, we are receiving you as King. Lord, it is not that you are a doctor or a magician. Of course, Lord, when we need something, we come to you. Certainly we know that you will help us. But still we want to see that you are ruling, you are reigning in our heart, in our mind, in our life, oh God. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ മനസ്സിൽ, ഞങ്ങളുടെ ചിന്തകളെ ഭരിക്കുന്ന ആ ഭരണകർത്താവായി യേശു കടന്നു വരുന്നതിന് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്ന കർത്താവേ. പലപ്പോഴും കർത്താവ്, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. യെസ്, ഓഫ് കോഴ്സ്, നിന്റെ കരുണ കൊണ്ട് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും നിന്നെ രാജാവാക്കുവാൻ കഴിയാത്ത ഒരു സ്റ്റേജ് പലപ്പോഴും ഞങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും കർത്താവേ, ഞങ്ങളുടെ സെൽഫിനെ മുഴുവനായി ക്രൂശിക്കാഞ്ഞതുകൊണ്ട് ആ ക്രൂശിൽ നിന്ന് പലപ്പോഴും ഞങ്ങളുടെ സെൽഫ് കയറി ഇറങ്ങി വന്ന് ഞങ്ങളുടെ സിംഹാസനത്തിലേക്ക് കയറാൻ പരിശ്രമിക്കുന്ന ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ കർത്താവെ, ഒരിക്കലൂടെ ഞങ്ങൾ അവനെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുന്ന കർത്താവെ. വി വോണ്ട് ടു സീ ദാറ്റ് വി ആർ ഫ്രീഡ് ഫ്രം എവറി കൈൻഡ് ഓഫ് പാഷൻസ് ആൻഡ് ഡിസയേഴ്സ്. കർത്താവെ, ഞങ്ങളുടെ എല്ലാ ദുർമോഹങ്ങളിൽ നിന്നും, എല്ലാ ഞങ്ങളുടെ ഇഷ്ടങ്ങളിൽ നിന്നും, ലോകമോഹങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ കർത്താവെ. നീ തന്നെ വാഴണമേ, നീ തന്നെ വാഴണമേ. നീ ഞങ്ങളുടെ രാജാവ്, നീ ഞങ്ങളുടെ രാജാവ്. നീ ഞങ്ങളെ കാക്കുന്ന ദൈവം, നീ ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഞങ്ങളെ കാക്കുന്ന, ഞങ്ങളെ പരിപാലിക്കുന്ന, ഞങ്ങളെ വാഴുന്ന, ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.